പരാതി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അവർ റെസിപ്റ്റ് മാത്രമേ തന്നുള്ളൂ. പരാതി എടുക്കാമെന്നൊന്നും പറഞ്ഞില്ല. പൊക്കോളാനാണ് പറഞ്ഞത്. എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എനിക്ക് DGPക്ക് കൊടുക്കാറുണ്ട്. എന്നിട്ട് വേണം കോടതിയിൽ പോകാൻ. DGPക്ക് കൊടുക്കണം, നമ്മളെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് കൊടുക്കണം, പിന്നെ CMDക്ക് കൊടുക്കണം. പിന്നെ ഉള്ളത് മനുഷ്യാവകാശത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കമ്മീഷണർക്ക് കൊടുത്തു. അതിൻ്റെ റെസിപ്റ്റ് കിട്ടിയായിരുന്നു. ബാക്കി വേറെ ഒന്നും. ജോലിയുടെ കാര്യം എന്താണ് അവർ പറയുന്നത്? ജോലിയുടെ കാര്യം പറയുന്നത് ഇപ്പോൾ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിക്കുന്ന വാമൊഴിയാലേ പറഞ്ഞോളൂ. വേറെ ആരും എൻ്റെ അടുത്ത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോ നോട്ടീസോ തന്നിട്ടില്ല. നമസ്കാരം. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ നിർണായക തെളിവാകുന്ന മെമ്മറി കാർഡ് കാണാനില്ല. കന്റോൺമെന്റ് പോലീസ് നടത്തിയ പരിശോധനയിൽ ക്യാമറയുടെ DVR കണ്ടെത്തിയെങ്കിലും DVRന് ഉള്ളിലെ മെമ്മറി കാർഡ് കാണാനില്ല. ഡ്രൈവർ യദു ലൈംഗിക ചുവയുള്ള ആംഗ്യങ്ങൾ കാണിച്ചു എന്ന മേയറുടെ പരാതിയിലും MLA സച്ചിൻ ദേവ് യാത്രക്കാരെ ഇറക്കിവിട്ടു എന്ന ആക്ഷേപത്തിലും ഒരുപോലെ തെളിവാകേണ്ട കാർഡാണ് കാണാനില്ലാത്തത്. മെമ്മറി കാർഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ കേസിന്റെ ഭാവി എന്താകും? കാർഡ് നേരത്തെ തന്നെ ഇല്ലാത്തതാണോ, അതെയോ കാർഡ് എടുത്തു മാറ്റിയതോ? ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അതേസമയം മേയർ ആര്യ രാജേന്ദ്രന് എതിരെ പോലീസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിക്കുമെന്നാണ് KSRTC ഡ്രൈവർ യദു കൃഷ്ണൻ പറയുന്നത്. മേയറും ഒപ്പമുള്ളവരും മോശമായി പെരുമാറി എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും യദു പറയുന്നു. മേയർ ആര്യ രാജേന്ദ്രനെ പിന്തുണച്ച് DYFI രംഗത്തെത്തി. ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് എന്നതാണ് വിമർശനം. സൈബർ ഇടത്തിൽ സംഘടിത ആക്രമണം നടക്കുകയാണ്. ആര്യ തെറ്റ് ചെയ്തിട്ടില്ല, ഡ്രൈവറാണ് മോശമായി പ്രതികരിച്ചത് എന്നുമാണ് DYFI ആരോപിക്കുന്നത്. പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. കാർഡ് മാറ്റിയത് ആരെ രക്ഷിക്കാൻ? ചർച്ചയിൽ പങ്കെടുക്കുന്നത് DYFI നേതാവ് ശ്രീ R. രാഹുൽ ആലപ്പുഴയിൽ നിന്ന്, ശ്രീ വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് നേതാവ്, ശ്രീ സക്കറിയ ജോർജ് റിട്ടയേർഡ് SP പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ എന്നിവരാണ്. ആദ്യം ശ്രീ രാഹുൽ, ആര്യ രാജേന്ദ്രന് പൂർണ്ണമായ പിന്തുണയാണ് DYFI നൽകുന്നത്. ആര്യക്കെതിരെ ആസൂത്രിതമായ ആക്രമണമാണ് നടക്കുന്നത്. സൈബർ ഇടത്തിലടക്കം വലിയ തോതിലുള്ള ആക്രമണമാണ് നടക്കുന്നത് എന്നുകൂടിയാണ് DYFI പറയുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നു എന്നത് 100% ശരിയാണ്. അതിപ്പോൾ ആര്യ രാജേന്ദ്രന് നേരെയല്ല, കേരളത്തിലെ ഏതൊരു സ്ത്രീക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നത് എങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, തടയപ്പെടേണ്ടതാണ്. ആ പിന്തുണ യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടാകേണ്ടതുമാണ്. ആ വിഷയം നമുക്ക് ഗൗരവമായി തന്നെ ചർച്ച ചെയ്യാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വാർത്തയിലെ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് ഈ കേസിൽ തന്നെ നിർണായകമാകേണ്ട മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് പോലീസ് പറയുന്നത്. ആക്ഷേപങ്ങൾ താങ്കൾക്കും ബോധ്യമുള്ളതാണ്. ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ലൈംഗിക ചേഷ്ടയോടുകൂടിയ ആംഗ്യങ്ങൾ കാണിച്ചു എന്ന ആക്ഷേപം ഉണ്ടാകുന്നു. അതേസമയം തന്നെ വാഹനത്തിനുള്ളിൽ MLA പ്രവേശിച്ചിരുന്നു എന്നും യാത്രക്കാരെ അടക്കം MLA ഇറക്കി വിട്ടു എന്നതും അടക്കമുള്ള ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട്. വീഡിയോ പകർത്തിയവരുടെ ദൃശ്യങ്ങൾ ബലം പ്രയോഗിച്ചുകൊണ്ടടക്കം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആക്ഷേപങ്ങൾ നിലനിൽക്കെ പ്രധാനമാകേണ്ടിയിരുന്ന മെമ്മറി കാർഡ് കാണുന്നില്ല എന്ന് പോലീസ് പറയുമ്പോൾ അത് കാണാതെ പോയതാണോ മാറ്റിയതാണോ എന്ന് പൊതുജനത്തിന് സംശയമുണ്ടാകില്ലേ ശ്രീ രാഹുൽ? ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേരളത്തിലാകെ സൈബർ ഇടങ്ങളിൽ വളരെ മോശമായ നിലയിൽ തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെതിരെ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വിഷയത്തിന്റെ മെറിറ്റ് എന്താണെന്നാണ് പരിശോധിക്കേണ്ടത്. ഒരു സ്ത്രീ, ആര്യ രാജേന്ദ്രൻ മേയർ എന്നല്ല, ഒരു പെൺകുട്ടിയാണ്, ഒരു വനിതയാണ്. ആ വനിതയ്ക്കെതിരായി അവിടെ ഒരു ബസ് ചേസ് ചെയ്ത് ചെന്നിട്ട് ആ ബസ്സിന് നേരെ തടഞ്ഞു നിർത്തി ഡ്രൈവറോട് മോശമായി പെരുമാറേണ്ടതോ അല്ലെങ്കിൽ ഡ്രൈവറുമായി തർക്കമുണ്ടാക്കേണ്ട ഒരു കാര്യം ആര്യ രാജേന്ദ്രനോ അല്ലെങ്കിൽ സച്ചിൻ ദേവ് MLAക്കോ ഇല്ല.
അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും. ആ വീഡിയോ ദൃശ്യങ്ങളിൽ കൃത്യമായി ആര്യ ചോദിക്കുന്നുണ്ട്. അതിൽ ചോദിക്കുന്നത് എന്ത് ആംഗ്യമാണ് നിങ്ങൾ കാണിച്ചത്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചത്? ആ വീഡിയോ ദൃശ്യത്തിൽ ആ KSRTC ഡ്രൈവറുടെ ശരീരഭാഷയും അയാളുടെ പ്രയോഗവും എല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്ത് അഹങ്കാരത്തോടു കൂടി അല്ലെങ്കിൽ എന്ത് അരഗന്റായിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നതിനിടയിൽ അയാൾ ഒരു ലഹരി വസ്തുവിന്റെ കവർ കൂടെ താഴേക്ക് കളയുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ആ വീഡിയോ കണ്ടാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും. അങ്ങനെ മോശമായി സൈഡ് കൊടുക്കാത്ത പ്രശ്നമോ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രന്റെ വാഹനം ഓവർടേക്ക് ചെയ്യോ അല്ലെങ്കിൽ അതിനെ ഇടിക്കാൻ ചെന്നു അതൊന്നും അല്ല ഇതിനകത്തുള്ള പ്രശ്നം. വളരെ മോശമായ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു 2 സ്ത്രീകൾ ആ കാറിൽ സഞ്ചരിക്കണം. ഔദ്യോഗിക വാഹനവുമല്ല, പ്രൈവറ്റായി ഒരു സ്ഥലത്ത് ഒരു സന്ദർശനം നടത്തി തിരിച്ചു വരുന്ന സമയത്താണ് ഈ വാഹനത്തിലിരുന്ന് ഡ്രൈവർ ഈ മോശമായ ആംഗ്യം കാണിക്കുന്നത്. അങ്ങനെ ആംഗ്യം കാണിച്ചത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ആര്യ വീഡിയോയിൽ കൃത്യമായ ഡ്രൈവറോട് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ ഇത് വേറെ രൂപത്തിൽ തിരിച്ചുവിട്ട് അതേപോലെ തന്നെ വേറെ രൂപത്തിൽ ചർച്ചയാക്കിക്കൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സമൂഹത്തിൽ ചോദ്യം ചെയ്ത ഒരു വിഷയത്തെ അത് തെറ്റായ നിലയിൽ സ്ത്രീക്ക് കിട്ടേണ്ട പരിഗണന കിട്ടാതെ മോശമായി ആര്യ രാജേന്ദ്രനെ തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രനെതിരായി തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ സൈബർ ആക്രമണത്തിന് ഇവിടെ കോൺഗ്രസുകാരും അതുപോലെ തന്നെ BJP-കാരും എല്ലാം നേതൃത്വം കൊടുക്കുകയാണ്. ഇത് അവതാരകൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് തന്നെ ശ്രീ അഭിലാഷ് ഇവിടെ പറഞ്ഞു, എന്താ 100% ശരിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ വലിയ ബോധപൂർവമായ പ്രവർത്തനം നടത്താൻ ഇവിടെ യൂത്ത് കോൺഗ്രസ് ഒരു സാമാന്യ ഒരു മര്യാദയെങ്കിലും വേണ്ട. ഒരു സ്ത്രീക്കെതിരെ ഇത്തരം ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അവിടെ ആര്യ രാജേന്ദ്രനെതിരായി വ്യാപകമായി പോസ്റ്റർ ഒട്ടിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. അത് രാഷ്ട്രീയമായ തരത്തിൽ തെറ്റായി പ്രചരിപ്പിക്കുന്നു. ഇത് യൂത്ത് കോൺഗ്രസ് അല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും BJP പ്രവർത്തകരാണെങ്കിലും അല്ലെങ്കിൽ CPIM-ന്റെ പ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും ഇത്തരമൊരു വിഷയം ഉണ്ടായാൽ അത്തരം വിഷയത്തിൽ ആ വിഷയത്തിന്റെ ഭാഗമായി പരാതിക്കാരിയായി നിൽക്കുന്ന ആളുടെ ഒപ്പമാണ് നിൽക്കേണ്ടതല്ല പൊതുസമൂഹമാകെ. പക്ഷേ ഇവിടെ പരാതിക്കാരി CPIM-ന്റെ മേയറാണ്, അതുപോലെ തന്നെ DYFI പ്രവർത്തകയാണ്. അതുകൊണ്ട് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിക്കാൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. ഒരു കാരണവശാലും ശ്രീ ആർ രാഹുൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത് ഏത് പാർട്ടിയാണെങ്കിലും ഈ ചർച്ചയിൽ തന്നെ വസന്ത് പങ്കെടുക്കുന്നുണ്ട്. വസന്തിന്റെ പാർട്ടിയാണെങ്കിലും രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ പോലും ഒരു പദവിയിൽ ഇരിക്കുന്നു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ പദവിയിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ സജീവമായതുകൊണ്ടോ എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, അതിപ്പോൾ എൻ്റെ അമ്മയോ സഹോദരിയോ മകളോ ഭാര്യയോ ആരുമാകട്ടെ, അതുപോലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവരൊന്നും സാമൂഹികമായി വലിയ ഇടപെടൽ നടത്തുന്നവരല്ലായിരിക്കാമെങ്കിൽ പോലും അത് ഒറ്റക്കെട്ടായി ചെറുക്കേണ്ടതാണ്. അതിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, ഈ ആക്രമണത്തിലേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഇവിടെ ഇപ്പോൾ തീർച്ചയായും ഈ ഡ്രൈവർ യദു ഏതെങ്കിലും തരത്തിലുള്ള അശ്ലീലമായ ആംഗ്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് നിയമപരമായ നടപടികൾ നേരിടേണ്ടതാണ്. പോലീസ് കണ്ടെത്തുകയും അതിന് ശിക്ഷ നൽകുകയും ചെയ്യേണ്ടതാണ്. ഒരു തർക്കവുമില്ല അക്കാര്യത്തിൽ. പക്ഷേ അതേസമയം തന്നെ ഈ വിഷയത്തിൽ മറ്റ് സാഹചര്യം, ഈ വാഹനം തടഞ്ഞു നിർത്തുന്നു, അത് റെഡ് സിഗ്നലിൽ ആണ് എന്ന് പറയുന്നു, അതും അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ ആ സിഗ്നൽ മാറിയതിനു ശേഷവും അവിടെ തർക്കമുണ്ടാകുന്നു, വാഹനം തടയുന്നു, വാഹനത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ KSRTC ആ ട്രിപ്പ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഡ്രൈവറുടെ ഭാഗത്ത് നിന്നുള്ള പരാതി പോലീസ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല. അപ്പോഴല്ലേ ഈ തരത്തിലൊരു പ്രശ്നം സൃഷ്ടിക്കപ്പെട്ടത്? ഒരു പക്ഷേ പോലീസ് കൃത്യമായി ഇടപെടുകയും 2 ഭാഗത്തു നിന്നുമുള്ള ആക്ഷേപങ്ങൾ ഒരുപോലെ കേൾക്കാൻ തയ്യാറാവുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ തരത്തിൽ ഈ വിഷയം വഷളാകുമായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായാൽ വനിതകളാരും ഇത്തരം പ്രതികരണം നടത്തണ്ട എന്നുള്ളതാണ്. ഇത് ആര്യ രാജേന്ദ്രൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചത്. ഇപ്പൊ ഇവിടെ ശ്രീ അഭിലാഷ് പറഞ്ഞനുസരിച്ച് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അല്ല, അങ്ങനെ പ്രതികരിക്കാതെ പോയിരുന്നെങ്കിൽ ഞാൻ കൃത്യമായി പറയുന്നു, മേയർ ആര്യ രാജേന്ദ്രനോട് എന്നല്ല, കേരളത്തിലെ ഏതൊരു സ്ത്രീയോടും ഏതൊരു പുരുഷനും ലൈംഗിക ചേഷ്ട കാണിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് നിയമപരമായ നടപടികൾക്ക് വിധേയമാകപ്പെടേണ്ടതാണ്. ഇവിടെ ആര്യ രാജേന്ദ്രനെ പോലെയുള്ള ഒരാൾ സ്വാഭാവികമായും സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ്. അവരത് ചോദ്യം ചെയ്തതിനെ ഒരു തരത്തിലും ആക്ഷേപിക്കുന്നില്ല, തെറ്റ് എന്ന് പറയുന്നില്ല. പക്ഷേ അത് ചോദ്യം ചെയ്യപ്പെട്ട രീതിയോടുള്ള വിയോജിപ്പുകൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട പരാതികൾ എല്ലാ കോണുകളിൽ നിന്നുമുണ്ട്. ആ കോണുകളിൽ നിന്നുള്ള പരാതികളും ഉൾക്കൊള്ളേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമല്ലേ എന്നുള്ളതാണ് ചോദ്യം.
ഇപ്പൊ ഒരു കാര്യം, ഇവിടെ ആര്യ രാജേന്ദ്രൻ അല്ലായിരുന്നെങ്കിൽ ഈ വിഷയം നേരെ തിരിച്ചായിരുന്നു ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ല, ഇവിടെ ആര്യ രാജേന്ദ്രൻ ആയതുകൊണ്ട് CPIM-ന്റെ പ്രതിനിധിയായി തിരുവനന്തപുരം മേയർ താങ്കൾ പറഞ്ഞെടുത്തൊരു പോയിന്റ് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഇടപെടുന്നു. ഇവിടെ ആര്യ രാജേന്ദ്രൻ അല്ല എങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത് ഇങ്ങനെയല്ല രാഹുൽ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ സഹോദരിയോ എന്റെ അമ്മയോ എന്റെ മകളോ എന്റെ ഭാര്യയോ ആണ് ഇത് ചെയ്തതെങ്കിൽ ഞാൻ പിന്നാലെ പോകേണ്ടി വരും. കാരണം KSRTC-യുടെ ഭാഗത്ത് നിന്ന് KSRTC-യുടെ ട്രിപ്പ് മുടങ്ങി എന്ന പരാതി ഉണ്ടാകും. ആ പരാതി അനുസരിച്ച് കേസെടുക്കും. അതിനുള്ള നഷ്ടപരിഹാരം ഞാനും എൻ്റെ കുടുംബവും നൽകേണ്ടി വരും. ഗതാഗത തടസ്സമുണ്ടാക്കിയതിന് മറ്റൊരു കേസുണ്ടാകും. ആ കേസിന് പിന്നാലെ ഞാൻ പോകേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും അവിടെയാണ് ഈ തർക്കങ്ങൾ ഉടലെടുക്കുന്നത്. ശ്രീ രാഹുൽ, ഇതിനകത്ത് യഥാർത്ഥ വസ്തുതയിൽ നിന്നും മറ്റു രീതിയിലേക്ക് പോവുകയാണ് ഈ ചർച്ച. ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ചർച്ച മാത്രമല്ല, പൊതുവെ സമൂഹത്തിലാകെ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. യഥാർത്ഥ വസ്തുത എന്താ? KSRTC-യുടെ ഡ്രൈവർ വളരെ മോശമായി വാഹനം ഓടിച്ചു. അങ്ങനെ വാഹനം ഇതിനിടയിൽ കാർ ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ കാറിന് പുറകിൽ ഡ്രൈവർ കാറിലുണ്ടായിരുന്ന സ്ത്രീകളെ മോശമായ ആംഗ്യം കാണിച്ചു. ഇതാണ് അതിന്റെ യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ടാണല്ലോ അവിടെ തടയേണ്ടി വരുന്നത്. ആ വാഹനത്തിന് മുന്നിൽ അവിടെ വാഹനം ചേസ് ചെയ്ത് വാഹനം തടയേണ്ടി വന്നത്. അതിന്റെ പേരിലുണ്ടായ പ്രശ്നമാണിത്. ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ ഡ്രൈവറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവറുടെ മുൻകാല കാര്യങ്ങൾ എങ്ങനെയാണ്, അയാളുടെ ചരിത്രം എന്താണ്, 2017 അയാൾക്കെതിരെ ഉണ്ടായ കേസ് എന്താണ്, ആ കേസ് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ FIR ഇട്ട കേസാണ്. ആ FIR ഉൾപ്പെടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലുണ്ട്. ആ സോഷ്യൽ മീഡിയയിൽ എന്താ, ആ സ്ത്രീയെ മോശമായി പെരുമാറുകയും സ്ത്രീയോട് എന്താ അദ്ദേഹത്തിന്റെ മോശമായി ചെയ്യുന്ന രീതിയിൽ ആ FIR-നകത്ത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ വായിക്കാം. അത്തരത്തിൽ നിരവധി കേസുകളുള്ള ഒരു ഡ്രൈവറാണ് KSRTC ഡ്രൈവർ ഈ പണി കാണിച്ചത്. അയാൾ തന്നെ ഇതിനു മുമ്പ് മോശമായി ഡ്രൈവ് ചെയ്തതിന്റെ ഭാഗമായി കേസ് നിലവിലുണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം ചരിത്രമുള്ള ഒരു ആൾക്കെതിരായി പ്രതികരിക്കുമ്പോൾ ആ പ്രതികരിച്ച ആൾ മോശക്കാരിയാവുക, ആ പ്രതികരിച്ച ആൾക്കെതിരെ പ്രതിഷേധം കൊണ്ടുവരിക, പ്രതികരിച്ച ആൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുക, എന്നിട്ട് അതിന്റെ പേരിൽ ഇപ്പൊ ഇങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് മാത്രം ഈ പ്രശ്നം ഉണ്ടായി എന്ന് പറയുക, അതൊരു ശരിയായ രീതിയല്ല. അത്തരം നടപടികൾ സമൂഹത്തിന് യോജിച്ച ഒരു നല്ല സമൂഹം അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിനാകെ ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന രീതിയല്ല. അത് ആ നിലയിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തു പോകണം. ഏത് സ്ത്രീക്കെതിരായിട്ടാണെങ്കിലും ആർക്കെതിരായിട്ടാണെങ്കിലും ഇത്തരം നടപടികൾ ഉണ്ടായാൽ ഒരു ഭാഗത്തോട് പൂർണ്ണമായും ഞാൻ വിയോജിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോട് ഒരു എതിർപ്പുമില്ല. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് ശ്രീ രാഹുൽ ആവർത്തിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ കേസുകൾ ഉൾപ്പെടെയുണ്ട്. അത് ഞങ്ങളുടെ പ്രതിനിധിയും വളരെ കൃത്യമായി ആ യദുവിനോട് ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം നൽകുന്ന മറുപടിയുണ്ട്. ആ കേസ് ഇപ്പോൾ നിലവിലുണ്ടോ? ആ കേസ് തന്നെ രാഷ്ട്രീയമായ കേസുകളായിരുന്നു. അത് യുവാക്കൾ തമ്മിലുള്ള ചില തർക്കമായിരുന്നു. ആ തർക്കത്തിൻ്റെ പേരിൽ നിയമപരമായി കൊടുക്കുന്നതിന് വേണ്ടി ചെയ്ത കേസുകളാണ്. പക്ഷേ ആ കേസിൽ ഏതെങ്കിലും തരത്തിൽ യദു ശിക്ഷിക്കപ്പെട്ടതായി നമുക്ക് വിവരമില്ല. ആ കേസ് രാഷ്ട്രീയമായ കേസല്ല. ഞാനത് വായിക്കാം. അതിനകത്ത് FIR-ലെ മൊഴി ഞാൻ വായിക്കാം. അപ്പൊ അത് രാഷ്ട്രീയമായ കേസാണോ നിങ്ങൾക്ക് മനസ്സിലാവും. FIR എന്നതുകൊണ്ട് നമുക്ക് ഒരു വ്യക്തിയെ നമുക്ക് പൂർണ്ണമായി അല്ല വായിക്കുന്നത്. രാഷ്ട്രീയമായ കേസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ കേസായെന്ന് കേസ് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് നമ്മളതിനെ അങ്ങനെ ആ രീതി കാണണ്ട. ആ FIR-ന്റെ മൊഴി വായിച്ചാൽ കൃത്യമായിട്ട് അറിയാം. ഒരു പെൺകുട്ടിയോട് മോശമായി സിബ് തുറന്നു കാണിച്ചു എന്ന് മാത്രമല്ല, വീട്ടിൽ ആളില്ലാത്ത സമയത്ത് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം എന്നാ പെൺകുട്ടി മൊഴി കൊടുത്തിട്ടുണ്ട് FIR-ൽ. നിങ്ങളത് മറച്ചു വെക്കരുത്. അത് രാഷ്ട്രീയമായ കേസായിട്ടൊന്നും പറയരുത്. അങ്ങനെ 2017 ഡ്രൈവർക്കെതിരെ കേസെടുത്തതിന്റെ FIR-ന്റെ കോപ്പിയുണ്ട്. തീർച്ചയായും ഞാനത് അംഗീകരിക്കുന്നു. അക്കാര്യം അത്തരം ചരിത്രമുള്ള ആളാണ് ഈ ഡ്രൈവർ. അയാളുടെ പെരുമാറ്റം ഇപ്പോഴാണല്ലോ അയാൾ വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാനോ വെള്ളപൂശാനോ ഒന്നും ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഏതു തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഞാൻ ആവർത്തിക്കുന്നു താങ്കളോട്. ഒരുപക്ഷെ അടുത്ത കാലത്ത് കേരളത്തിൽ തരംഗമുണ്ടാക്കിയ ഒരു ചിത്രമുണ്ട്. അത് എന്നാൽ താൻ കേസ് കോഡ് എന്നുള്ളതാണ്. എന്നാൽ താൻ കേസ് കോഡ് എന്ന്. ആ സിനിമയിൽ പോലും ഒരു കള്ളനാണ് പരാതിക്കാരൻ. കാരണം ആ കള്ളൻ മോഷ്ടാവാണ് എന്നത് മുദ്ര കുത്തപ്പെട്ട ഒന്നാണ്. അയാൾ പ്രദേശത്ത് പ്രധാനപ്പെട്ട കള്ളനാണ്. പക്ഷേ അയാൾ ചെയ്യാത്ത ഒരു ആരോപണം അയാളുടെ മേൽ ആരോപിക്കപ്പെട്ടപ്പോൾ അതിനെ അയാൾ ചോദ്യം ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും താങ്കളോട് ആവർത്തിക്കുന്നു. യദു എന്ന വ്യക്തി ഏതെങ്കിലും തരത്തിൽ അശ്ലീലപരമായി മേയറോടോ കുടുംബത്തോടോ മറ്റ് സ്ത്രീകളോടോ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. ഇപ്പോൾ റിട്ടയേർഡ് SP സക്രിയ ജോർജ് കൂടി ചേരുന്നുണ്ട്. സാർ, ഇവിടെ ഏറ്റവും നിർണായകമാകാവുന്ന ഒരു തെളിവ് ഞാൻ ഇപ്പോഴും പറയുന്നു. ഞാൻ രാഹുൽ പറയുന്ന പോയിന്റുകളിൽ
50% ഞാൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണ്. ഒരു കാരണവശാലും സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരാളെയും നമുക്ക് ന്യായീകരിക്കേണ്ടതില്ല. അവിടെ ഏറ്റവും നിർണായകമാകേണ്ടിയിരുന്ന തെളിവ് ആര്യ എന്ന മേയർ പറയുന്നതിനേക്കാൾ, ആര്യയുടെ ഭർത്താവായ സച്ചിൻ ദേവ് പറയുന്നതിനേക്കാൾ, ആ വാഹനത്തിൽ ഉടനീളം സഞ്ചരിച്ചവർ പറയുന്നതിനേക്കാൾ തെളിവാകേണ്ടിയിരുന്നത് മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. അതിനെ അങ്ങനെ വെറുതെ ചെറുതായി നമുക്ക് കാണാൻ സാധിക്കുമോ? കാരണം ഈ വിഷയത്തിൽ പോലീസ് ആ നിമിഷം തന്നെ ഇടപെട്ടിരുന്നു. പോലീസ് ആ സംഭവ സ്ഥലത്ത് തന്നെ എത്തിയിരുന്നു. അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നൊന്നും അറിയില്ല. അറസ്റ്റ് ചെയ്തു, അതുകൊണ്ട് യാത്രക്കാർ ഇറങ്ങണം എന്ന് MLA പറഞ്ഞു എന്നാണ്. അതെന്തുമാകട്ടെ, ആ നിമിഷം ഒരു സ്ത്രീ ഇത്തരത്തിൽ പരാതി പറഞ്ഞാൽ ഏറ്റവും ആദ്യം പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് മാക്സിമം ആ സ്ത്രീക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നതാണല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഈ വീഡിയോ ദൃശ്യങ്ങൾ ആ നിമിഷം തന്നെ ശേഖരിക്കുക എന്നത്. അത് കൃത്യമായും പോലീസിൻ്റെ അനാസ്ഥയല്ലേ? കാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, എപ്പോഴാണ് ഈ കാർഡ് പോലീസ് തിരക്കിയത് എന്നത്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു വാഹനവും ഒരു സബ് ഇൻസ്പെക്ടർ ആൻഡ് എബോ റാങ്കിൽ തത്തുല്യമായിട്ടുള്ള ആളല്ലാതെ ഒരാൾക്ക് ഒരു വാഹനം തടഞ്ഞു നിർത്താനുള്ള അധികാരം മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കൊടുക്കുന്നില്ല. പ്രോട്ടോകോൾ പ്രകാരം നമ്മുടെ ഹോസ്പിറ്റാലിറ്റി സർവീസ്, ഗസ്റ്റ് ഹൗസും ഒക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ മേയർക്കൊക്കെ ഉയർന്ന പരിഗണന നൽകുന്നുണ്ട്. അതെ, MP-ക്കും MLA-ക്കും ഒക്കെ മുകളിലാണ് പ്രോട്ടോകോൾ പ്രകാരമുള്ള പദവി. അതെ, പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ടും പ്രകാരം അവർക്ക് യാതൊരു അധികാരവുമില്ല. അതവർ മനസ്സിലാക്കണം. ശരി, നമുക്കൊരു പദവി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രാജ്യത്തുള്ള എല്ലാ നിയമത്തിനകത്തും പോയി അതിനകത്ത് ഇടപെടാൻ നമുക്ക് അധികാരമില്ല. പക്ഷേ ഒരാൾ അവിടെ എനിക്കൊരു ചെറിയ വിയോജിപ്പുള്ളത്, ഒരു പക്ഷേ വൈകാരികമായ ഒരു തലമുണ്ടല്ലോ. ഒരു സ്ത്രീ എന്ന നിലയിൽ അതിപ്പോൾ മേയർ ആകണമെന്നില്ല. ഒരു സഹിക്കാനാവാത്ത ഒരു തരത്തിലുള്ള ബിഹേവിയർ ആ ഡ്രൈവറുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അതിപ്പോൾ മേയർ ആകണമെന്നില്ല. ഏതൊരു സ്ത്രീയും ചിലപ്പോൾ പ്രതികരിച്ചേക്കാം. ആ പ്രതികരണ ശേഷി നമുക്കൊരിക്കലും മോശമായി കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിനോട് പൊതുസമൂഹം യോജിക്കണമെന്നില്ല. അവിടെ ആ സ്ത്രീക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. അത് ഞാൻ സമ്മതിച്ചു. ഒരു സാധാരണ സിറ്റിസൺ ആണെങ്കിൽ, ഒരു പൗരനാണെങ്കിൽ വികാരം നിയന്ത്രിക്കണം. പക്ഷേ ഇത് മേയറാണ്, മാതാവാണ്. അപ്പോൾ അതിന് പ്രൂഡൻസ് വേണം, പക്വത, അതുപോലെ വിവേകം. ഇതൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന കസേരയ്ക്ക് അനുസരിച്ചുള്ള തത്തുല്യമായിട്ടുള്ള ഒരു പെരുമാറ്റ സംഹിത നമുക്ക് ഉണ്ടാകണം. സ്ട്രീറ്റ് ബോയ്സ് മാതിരി ഉയർന്ന ആൾക്കാർക്ക് പെരുമാറാൻ പറ്റില്ല. നമ്മൾ സ്ട്രീറ്റ് ബോയ്സ് എന്ത് കാണിച്ചാലും അവർ സ്ട്രീറ്റ് ബോയ് ആണെന്ന് പറയും. പക്ഷെ അവരൊരിക്കുന്ന ഉയർന്ന പദവിക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് വരില്ലായിരുന്നു. പോലീസിൻ്റെ 9846-200-100 എന്ന് പറഞ്ഞ ഇതുണ്ട്, ടോൾ ഫ്രീ നമ്പറുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ഹൈവേ പോലീസിനെ അല്ലെങ്കിൽ കൺട്രോൾ റൂമിനെ അലേർട്ട് ചെയ്തുകൊണ്ട് അവരവിടെ വന്ന് പിന്നെ നടപടി എടുത്തേനെ. പിന്നെ ഒരു സംഭവം ഉണ്ടായി, അടുത്ത സംഭവം ഉണ്ടാക്കുകയല്ല ഒരു ഉത്തരവാദിത്തമുള്ള വ്യക്തിയുടെ ചുമതല. ആ ഉണ്ടാക്കിയ സംഭവത്തിന് നമ്മൾ പരിഹാരം കണ്ടുപിടിക്കുക. അത് ഇരയാണെങ്കിൽ ഇരയ്ക്ക് കിട്ടേണ്ട നീതി നമ്മൾ നേടിയെടുക്കണം. അടുത്തതായിട്ട് ചോദിച്ചത് എവിഡൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞ യദു എന്ന് പറഞ്ഞ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ആ KSRTC ബസ് പോലീസ് മാസ്റ്ററിൽ വിവരിച്ചെടുക്കണം. വിവരിച്ചെടുക്കുമ്പോൾ അത് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, പോലീസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സർക്കുലർ 17/2016 ഡേറ്റഡ് 21/9/2016 പ്രകാരം തീർച്ചയായിട്ടും ഈ CCTV ഫുട്ടേജ് എടുക്കണം. ടേക്കിംഗ് ഓഫ് CCTV ഫുട്ടേജ് ആൻഡ് കോൾ റെക്കോർഡ്സ് ആസ് എവിഡൻസ് ഇൻ പ്രോസിക്യൂഷൻ ഓഫ് കേസസ് ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂഡ്. PSQ നിന്ന് തന്നതാണ്. അത് പോലീസ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് വേറൊരു ആക്ഷേപം കൂടെ ഉണ്ട്. ആ ആക്ഷേപം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു നമ്മൾ ഇതിൽ CCTV ഫുട്ടേജ് പിന്നെ അവിടുന്ന് കിട്ടുന്ന സർവൈലൻസ് ക്യാമറ എന്നുള്ളത് കാണുന്നുണ്ട്. ഒരാൾ ഈ ഡ്രൈവറുടെ യദു എന്ന് പറഞ്ഞ ആളുടെ പുറകിൽ നിന്നിട്ട് വീഡിയോ പിടിക്കുന്നുണ്ട്. അതിൽ ആക്ഷേപമുണ്ട് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ. അത് ഈ പറയുന്ന മേയറുടെ ഹസ്ബൻഡ് ബസ്സിനകത്ത് കയറി ചെയ്തു എന്ന് ആക്ഷേപമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് കോസിങ് ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ്. IPC പ്രകാരം അത് കുറ്റകരമാണ്.
അങ്ങനെ ചെയ്യാൻ ആർക്കും അവകാശമില്ല. പോലീസിനുമില്ല, കോടതിക്കുമില്ല, ആർക്കുമില്ല. ഇപ്പം നമ്മൾ കാണുന്നുണ്ട് എറണാകുളത്തെ ദിലീപിന്റെ കേസിനകത്ത് വിവാദമായി വരിക CCTV ഫുട്ടേജ് നോക്കിയത് തന്നെ. അപ്പോൾ അത് എങ്ങനെ തെളിവ് നശിപ്പിക്കാൻ പറ്റും? കോടതി കിട്ടിയ CCTV ഫുട്ടേജ് ഒന്ന് നോക്കി എന്ന് പറഞ്ഞതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയിലിരിക്കുന്ന കേസ്. അപ്പോൾ ഒരാൾക്ക് എങ്ങനെ ഡിസപ്പിയർ ചെയ്യിപ്പിക്കാം? അപ്പം പിന്നെ അടുത്തത് ബസ്സിനകത്തുള്ള CCTV ഫുട്ടേജിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കാണും. അപ്പോൾ തീർച്ചയായിട്ടും അത് നശിപ്പിക്കേണ്ടത് ആർക്കോ താല്പര്യമുള്ളവർക്കുണ്ട് എന്നുള്ളത് നമുക്ക് നിഗമനത്തിലെത്താം. ശരി, അതാണ് ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച ഈ നടിയുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇവിടെ ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല. എത്രയോ വിഷയങ്ങളിൽ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ മെമ്മറി കാർഡ് പോലെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ കാലഘട്ടമാണ്. സ്വകാര്യ ബസ്സുകളിൽ പോലും CCTVകൾ ഘടിപ്പിക്കുകയും CCTV ക്യാമറകൾ ഘടിപ്പിക്കുകയും വീഡിയോകൾ റെക്കോർഡ് ചെയ്യുകയും ഒക്കെ അവരുടെ പെർമിറ്റും ഒക്കെ പുതുക്കി കിട്ടണമെങ്കിൽ അതിപ്പോൾ ആവശ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിപ്പോൾ തുടർച്ചയായി ഇപ്പോൾ നമുക്കറിയാം മോൺസൺ മാവുങ്കൽ കേസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ പരിശോധിച്ചാൽ അവിടെയൊക്കെ ഈ മെമ്മറി കാർഡ് മാത്രം പോലീസ് മറന്നു പോവുകയോ അല്ലെങ്കിൽ വൈകുകയോ ഒക്കെ ചെയ്യുകയാണ്. ഇവിടെയും ഇത്തരത്തിലൊരു മേയർ ആണ് ഈ പരാതിയുമായി എത്തിയത് എന്നത് ഓർക്കണം. ഒരു MLA ഈ പരാതിയുടെ ഭാഗമായി ഉണ്ട് എന്ന് ഓർക്കണം. അപ്പോൾ പോലും അടിയന്തിരമായി എടുക്കേണ്ടത് ഈ CCTV ദൃശ്യമാണ്, അല്ലെങ്കിൽ ക്യാമറ ദൃശ്യങ്ങൾ ആണ്, മെമ്മറി കാർഡാണ്. ഇതൊക്കെ പോലീസിന് അറിയാതെ പോകുന്നതാണോ? അപ്പോൾ അത് വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ CCTV അതിൻ്റെ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ നടന്ന സംസാരങ്ങളും പുറത്തു വന്നേനെ. വോയിസ് സ്പെക്ട്രോഗ്രാഫി എന്ന് പറഞ്ഞ ടെക്നിക്ക് പ്രകാരം ഈ പലരും സംസാരിച്ചാൽ ഓരോരുത്തരുടെ വോയിസ്, ഇപ്പം ഞാൻ സംസാരിക്കുന്നു, മിസ്റ്റർ അഭിലാഷ് സംസാരിക്കുന്നു, നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സംസാരം ഓവർലാപ്പ് ചെയ്യും. പക്ഷെ വോയിസ് സ്പെക്ട്രോഗ്രാഫിയിൽ ഓരോരുത്തരുടെയും സംസാരം അത് കൃത്യമായിട്ട് വേർതിരിച്ചെടുക്കാം. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് കൃത്യമായിട്ട് വന്നേനെ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പുറയിൽ ഒരു കോൺസ്പിറസി ഉണ്ട്. പോലീസ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പാടില്ലായിരുന്നു. സർക്കുലർ 17/2016 പ്രകാരം പോലീസിനെ അലേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇരിക്കുന്ന SHOയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ലാബ്സ് ഉണ്ട്. പിന്നെ SHOയുടെ പാർട്ടില് ലാബ്സ് ഉണ്ടെങ്കിൽ 2018 ഒരു സർക്കിൾ ഇറക്കിയായിരുന്നു. അതായത് സീനിയർ ഓഫീസേഴ്സ് വുഡ് ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദ മിസ്ബിഹേവിയർ ഓർ ലാപ്സസ് ഓഫ് ദി സബോർഡിനേറ്റ്സ്. അപ്പോൾ ഈ SHOയുടെ ഭാഗത്തെ തെറ്റില് തീർച്ചയായിട്ടും അവിടുത്തെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫായ കമ്മീഷണർക്ക് ഉത്തരവാദിത്വമുണ്ട്. കാര്യം കമ്മീഷണറൊക്കെ നല്ല കൊഴുത്ത ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ DIG അഡ്മിനിസ്ട്രേഷൻ ആയിട്ടിരുന്ന. ഈ സർക്കിളൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. ഇതൊന്നും ഇവർക്ക് ആർക്കും അറിയാൻ വയ്യാത്തതല്ല. പൊളിറ്റിക്കൽ ഇഷ്യൂ വരുമ്പം പലപ്പോഴും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ നിഷ്ക്രിയമാകുന്നു. അത് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി പറഞ്ഞാണ്, ദ പോലീസ് ഹാവ് ബിക്കം മിയർ ടൂൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി അൺസ്ക്രൂപ്പുലസ് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ്. ഇത് മാറിയേ പറ്റുള്ളൂ. നമുക്കറിയാം മനുഷ്യാവകാശ കോടതി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഇപ്പം ഇതിലെ ഇരയ്ക്കും ഈ പറയുന്ന പ്രതിക്കും ഒക്കെ മനുഷ്യാവകാശ കോടതി ഉണ്ടായിരുന്നെങ്കിൽ പോകാമായിരുന്നു. 25/11/2015 ഉത്തരവിട്ടതാണ്. എന്നിട്ട് എല്ലാ ജില്ലാ കോടതികളും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മനുഷ്യാവകാശ കോടതിയായിട്ട് ഇട്ടു. ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു. ഇത് ഓർഡർ ഇടുമ്പോൾ UDF ആണ്, അത് കഴിഞ്ഞിട്ട് LDF ആണ്. ഇവരാരും ചെയ്യുന്നില്ല. തീർച്ചയായും വിഷയങ്ങളിലേക്ക് വരാം സാർ. അതിനു മുമ്പ് ശ്രീ വസന്ത് തെങ്ങുപള്ളി, ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ ഈ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നാണ് പറയുന്നത്. DVRനുള്ളിൽ മെമ്മറി കാർഡില്ല. 3 ക്യാമറകൾ ഉണ്ട്. ആ ക്യാമറകളിൽ 2 ക്യാമറകളിൽ നിന്നുള്ള ഇൻപുട്ടുകളാണ് ലഭ്യമാകാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ 2 ഇൻപുട്ടുകളും വളരെ പ്രധാനപ്പെട്ടവ തന്നെയാണ്. കാരണം ഈ ബസ്സിനുള്ളിൽ എന്തൊക്കെയാണ് നടന്നത്, ഇതിനു മുമ്പും എന്തൊക്കെയാണ് നടന്നത്, ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടായോ, ഈ ആക്ഷേപങ്ങൾ, ഇതിൽ 2 ഭാഗത്തുള്ള ആക്ഷേപങ്ങളും ഒരേ ഗൗരവത്തോടു കൂടി തന്നെ കാണുക. ഒന്ന്, MLAയും ഉൾപ്പെടെയുള്ളവർ വാഹനത്തിനകത്ത് പ്രവേശിച്ചു, അതിനുള്ളിൽ വീഡിയോ എടുത്തവർ വീഡിയോകൾ ഉൾപ്പെടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. രണ്ടാമതായി ഈ വാഹനത്തിന് നേരെ യദു കൃഷ്ണൻ ആംഗ്യം കാണിച്ചു. അത് ലൈംഗിക ചുവയോടെയുള്ള ആംഗ്യങ്ങളായിരുന്നു. ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും. സ്വാഭാവികമായും ഒരു ബസ്സിനുള്ളിലെ ക്യാമറ സിസ്റ്റം ആ തരത്തിൽ ആണ്. എല്ലാ
സൈഡുകളും കോണുകളും എല്ലാം കവർ ചെയ്യുന്ന തരത്തിൽ ആണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ മെമ്മറി കാർഡ് നേരത്തെ തന്നെ DVRൽ ഇല്ലാത്തതാണോ എന്നതിൽ വ്യക്തതയില്ല. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അത് ആരെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ വേണ്ടി മെമ്മറി കാർഡ് മാറ്റിയതാകുമോ? അല്ല ഇനിയിപ്പോൾ മെമ്മറി കാർഡ് ഇല്ലാതെയാണോ കേരളത്തിലെ KSRTC ബസ്സുകളൊക്കെ ഓടുന്നത്? പോലീസ് പറയുന്നത് പോലെ പൂർണ്ണമായും ഇപ്പോഴാണ് ഈ മെമ്മറി കാർഡ് ഞങ്ങൾ പരിശോധിക്കാനെത്തിയത്, അങ്ങനെ പരിശോധിച്ചപ്പോൾ അത് കാണാനില്ല. ഇതിലേത് ഓപ്ഷനാണ് താങ്കൾ കൂടുതൽ പരിഗണന നൽകുന്നത്? അല്ല, അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ശ്രീ രാഹുലിന്റെ ചില വാദങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ഒന്നാമതായി രാഹുൽ പറയുന്നത് നോക്കൂ, മേയർ എന്ന് പറയുന്ന ഒരു സ്ത്രീക്കെതിരെ അനിതര സാധാരണമായ വേട്ടയാടലുകൾ നടക്കുകയാണ്. ആ വേട്ടയാടലുകളെ പ്രതിരോധിക്കാൻ കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശ്രീ രാഹുൽ ഉണ്ട്, പക്ഷേ ആരാണ് ചെയ്യപ്പെടുന്നത്? നിങ്ങൾ പറയുന്നു യൂത്ത് കോൺഗ്രസ് ആണ് അതിന്റെ പിന്നിൽ. എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണം മിസ്റ്റർ. അഭിസാരികയായ സ്ത്രീയുടെ ചാരിത്ര പ്രസംഗം പോലെയാണ് കേരളത്തിൽ DYFI, കേരളത്തിൽ CPM ഏതെങ്കിലും സ്ത്രീക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ പറ്റി പറയുന്നത്. നിങ്ങളുടെ നേതാവ് എനിക്ക് തോന്നുന്നു വസന്ത്, താങ്കളുടെ ഈ പ്രയോഗത്തോട് പോലും ഒന്നും എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ന്യായീകരിക്കാനൊന്നും വയ്യ കേട്ടോ. താങ്കൾ ഈ പറയുന്നത് പോലെ അഭിസാരികയായ ഒരു സ്ത്രീ എന്നതൊക്കെ ഏത് കാഴ്ചപ്പാടിലാണ് താങ്കൾ പറയുന്നത്? അല്ല, അഭിസാരികയായ സ്ത്രീ എന്നൊന്നും ഒരു സ്ത്രീയെയും പറയേണ്ടതില്ല, അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ ഒരു പുരുഷന് ഒരു പുല്ലിംഗ പദം ഈ സമൂഹത്തിലുണ്ടോ? ശ്രീ വസന്ത്, അങ്ങനെ ഒരു പുല്ലിംഗ പദം താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? ഈ അഭിസാരികയുടെ ചാരിത്രം എന്താണ്? ചാരിത്രം ആരാണ് ചാരിത്രം നിർണ്ണയിക്കേണ്ടത്? ഏത് സമൂഹമാണ്, ഏത് സ്ത്രീയുടെ ചാരിത്രമാണ് നിർണ്ണയിക്കേണ്ടത്? ഏത് സ്ത്രീയാണ്? അല്ലല്ല, എനിക്ക് ചർച്ചയിൽ ഇരുന്നു കൊണ്ട് താങ്കൾ അതിനെ എന്ത് തരത്തിലാണെങ്കിലും ഇത്തരം പ്രയോഗങ്ങൾ പോലും ഈ ചർച്ചയിൽ അനുവദിക്കാനാവില്ല. അത് താങ്കളുടെ മാത്രം അഭിപ്രായമാണ്. പൊതുസമൂഹത്തിന്റെ ഭാഗമായുള്ള അഭിപ്രായമായോ ന്യൂസ് 18ന്റെ ഭാഗമായോ ഈ വാർത്താ ചാനലിന്റെ ഭാഗമായോ ഒന്നും ഒരു സ്ത്രീയെയും ഞങ്ങൾ ആ നിലയിൽ വിശേഷിപ്പിക്കാനോ പരാമർശിക്കാനോ ആഗ്രഹിക്കുന്നില്ല. അല്ല, എങ്കിൽ പിന്നെ മാറ്റി പറയാന്നേ. അങ്ങേക്ക് അറിയാമല്ലോ, ഞാനൊരു എഴുത്തുകാരൻ കൂടിയാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. മാറ്റി പറയേക്കാം. കാട്ടുകള്ളന്റെ സത്യപ്രസംഗം എന്നതുപോലെ ആണ്. അല്ല, ഞങ്ങൾക്ക് വേണ്ടി മാറ്റി പറയുകയല്ല ചെയ്യേണ്ടത്, താങ്കൾ സ്വയം മാറ്റി പറയുകയാണ് ചെയ്യേണ്ടത്. കാരണം ഒരുപക്ഷെ താങ്കൾ ഒരു എഴുത്തുകാരനായിരിക്കാം, ഇതിനു മുമ്പുള്ള സാഹിത്യകാരന്മാർ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാകാം. പക്ഷേ ഞാനും താങ്കളും ജീവിക്കുന്നത് 2024-ലാണ്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വരുന്നത്. അല്ല അതിന്റെ പ്രശ്നവും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തേ. ഇനി അതിന് വേറൊരർത്ഥം വേണമെങ്കിൽ കേട്ടോ. കാട്ടുകള്ളന്റെ സത്യപ്രസംഗം പോലെയാണ് CPM-ഉം DYFI-യും ഈ നാട്ടിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരായ സോഷ്യൽ മീഡിയ അറ്റാക്കിനെ പറ്റി വാചാലരാകുന്നത്. നമുക്കറിയാമല്ലോ ഏതൊക്കെ രീതിയിലാണ് ഈ സംസ്ഥാനത്ത് ഒരു MLA 51 വെട്ടി അവരുടെ ഭർത്താവിനെ ഇല്ലാതാക്കിയിട്ട് പോരാഞ്ഞിട്ട് പഴയ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന KK രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച് അപമാനിച്ചാരാ? ഇവരുടെ MM മണി എന്ന് പറയുന്ന ഇടുക്കിയിലെ നേതാവാണ്. അല്ല ശ്രീ വസന്ത്, അവരങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരുടെ നേതാക്കളോട് ഇങ്ങനെയൊക്കെ ആകാം എന്നതാണോ നമ്മൾ മറുപടിയായി പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2024-ലല്ലേ ഈ ചർച്ച നടത്തുന്നത്. നെവർ. അല്ല അഭിലാഷേ, ഞാൻ പറഞ്ഞത് ഇവരുടെ ഇരവാദത്തെ പൊളിക്കാൻ വേണ്ടി ഇവർ ചെയ്തത് പറയാതിരിക്കാൻ പറ്റില്ലെന്നേ. ചരിത്രത്തിൽ ഇവർ ചെയ്ത് കൂട്ടിയത് പറയാതെ എങ്ങനെ ഇവരുടെ ഇരവാദത്തെ പൊളിക്കുന്നത്? ഒന്നാമതായി അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം എന്തോ ഇരയാക്കപ്പെട്ടവരാണ് എന്ന വാദം പറയാൻ ഇവർക്ക് യാതൊരു അവകാശവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമതായി രാഹുൽ പറഞ്ഞൊരു കാര്യം എന്താണ്? നോക്കൂ, ഇവിടെ മേയറും മേയറിന്റെ ഭർത്താവായിട്ടുള്ള MLA-യും കൂടി ഈ വാഹനത്തിൽ വളരെ സമാധാനപൂർവ്വം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വാഹനത്തിന് നേരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ KSRTC ഡ്രൈവർ ഒരു ലൈംഗിക ചേഷ്ടയോടുകൂടി പെരുമാറി. അതിന് അദ്ദേഹം ബദലായി അവതരിപ്പിച്ചിരുന്നത് ഈ KSRTC ഡ്രൈവറിന്റെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡാണ്. രാഹുൽ, നിങ്ങളല്ലേ ഭരിക്കുന്നത്? KSRTC വകുപ്പ് ഭരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ പത്തനാപുരത്ത് നിന്നുള്ള MLA അല്ലേ KB ഗണേഷ് കുമാർ? പിണറായി 1ാം ഗവൺമെന്റ് വരാൻ വേണ്ടി ചെയ്യാവുന്ന എല്ലാ വിടുപണിയും, അതും ഞാൻ എല്ലാ റെസ്പോൺസിബിലിറ്റിയോടും കൂടി ആ വാക്കും പറയുന്നത്, ചെയ്യാവുന്ന എല്ലാ വിടുപണിയും ചെയ്ത ഗണേഷ് കുമാർ അല്ലേ ഇന്ന് KSRTC ഭരിക്കുന്നത്? ഇത്രമാത്രം ട്രാക്ക് റെക്കോർഡ് മോശമായിട്ടുള്ള ഒരാൾ ഇന്നും KSRTC-യിൽ ജോലി ചെയ്യുന്നെങ്കിൽ അതിന്റെ കുറ്റക്കാർ നിങ്ങളാണ്. 1ാം സ്ഥാനത്ത്, 1ാമത്തെ പ്രതി നിങ്ങളാണ്. ഇങ്ങനെ നേരത്തെ അദ്ദേഹം FIR ഒക്കെ വായിച്ചു, വലിയ കാര്യമായി അദ്ദേഹം FIR വായിച്ചു. എന്തോ സ്ലിപ്പ് തുറന്നെന്നോ മുണ്ട് മടക്കി കുത്തിയെന്നോ ഒക്കെയുള്ള FIR വായിക്കുന്നത് കേട്ടു. എനിക്കറിയില്ല, എന്റെ ഇല്ലാതെ അവൈലബിൾ ആയിരിക്കും. ഇനി ആണെങ്കിൽ തന്നെ
അങ്ങനെയുള്ള ഒരാൾ, അങ്ങനെ സ്ത്രീലംബടനായ, അങ്ങനെ സ്ത്രീകൾക്ക് മോശം ചെയ്യുന്ന, സ്ത്രീ പീഡകനായ, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഒരാൾ KSRTC-യിൽ ഇപ്പോഴും, അതായത് പോലീസ് വെരിഫിക്കേഷൻ അടക്കം ആവശ്യമുള്ള KSRTC വകുപ്പിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നെങ്കിൽ അതിൽ ഒന്നാമത്തെ പ്രതി, ആ കേസിൽ ഒന്നാമത്തെ പ്രതി സംസ്ഥാന സർക്കാരാണ്, KSRTC മന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ KSRTC മന്ത്രിയോട് പറയുക. രണ്ടാമതായി, നിങ്ങളുടെ മേയറിന് നേരെ ഒരു ലൈംഗിക ചേഷ്ട ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. പക്ഷെ അത് അവർ പ്രൂവ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നേരത്തെ നിങ്ങൾ ഈ യദുവിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പറഞ്ഞില്ലേ, അതുപോലൊരു ട്രാക്ക് റെക്കോർഡ് ആർക്കുണ്ട്? ഈ മേയറിനുണ്ട്. വിവിധ അഴിമതി ആരോപണങ്ങൾ അവരുടെ പേരിൽ തന്നെ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞില്ലേ, ഞാനല്ല ഒപ്പിട്ടത്, ആരോ ഒപ്പിട്ടു. ആ കേസിന് എവിടെ പോയി നിൽക്കുന്നു? ആരോ ഒപ്പിട്ടെന്ന് ഇപ്പൊ തെളിവ് ആക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ വിവിധ കേസുകൾ ഉണ്ടാവുന്ന സമയത്തെല്ലാം അത് മറ്റൊരാളുടെ പേരിൽ കെട്ടിവെച്ച് തലയൂരിപ്പോകുന്ന രീതി ശാസ്ത്രം, എന്താ പറയുന്നത്, സീരിയൽ ഒഫൻസ് എന്ന് നമ്മൾ പറയത്തില്ലേ ലോ ലാംഗ്വേജിൽ. പക്ഷേ ശ്രീ വസന്ത്, താങ്കൾ പറയുന്നത് പോലുള്ള ഒരു വിഷയമൊക്കെയാണോ ഇത്? താങ്കൾ പറയുന്ന വിഷയത്തെ ഏത് തരത്തിലാണ് താങ്കൾ താരതമ്യം ചെയ്യുന്നത്? ഇത് ഒരു യാത്രക്കിടെ സംഭവിക്കുന്ന ഒന്നാണ്. ആ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട വളരെ ചെറിയ ഒന്ന്, താങ്കൾ ഈ പറയുന്നത് പോലെ വലിയ രാഷ്ട്രീയമാനമൊന്നും ഇതിന് നൽകേണ്ടതില്ലെന്നേ. ഇത് രണ്ട് വാഹന യാത്രക്കാർ തമ്മിലുള്ള വിഷയം എന്ന നിലയിൽ തന്നെ കണ്ടാൽ മതി. അതിനിടയിൽ ഉണ്ടായ ഒരു തർക്കം, ആ തർക്കം അങ്ങനെ ആയിരുന്നെങ്കിൽ രാഹുൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ യദു എന്ന് പറയുന്ന KSRTC ഡ്രൈവറിന്റെ എന്താണ് നാളും ജാതകവും 28 കെട്ടിന് എത്ര നൂല് ഉപയോഗിച്ചു എന്നുള്ള ചരിത്രം. അല്ല, അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായെങ്കിൽ അത് പറയാൻ പാടില്ല എന്നുണ്ടോ? താങ്കളിപ്പോൾ പറഞ്ഞല്ലോ, അതായത് മേയറുടെ പശ്ചാത്തലം പറയുന്നത് പോലെ, അതായത് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്ന തരത്തിൽ നേരത്തെയും പരാതി നേരിട്ടിട്ടുള്ള ഒരാളാണ് എന്നല്ലേ രാഹുൽ പറയുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ അയാൾ ഇപ്പോഴും KSRTC-യിൽ ജോലി ചെയ്യില്ലേ? പോലീസ് വെരിഫിക്കേഷൻ അടക്കം ആവശ്യമുള്ള. അല്ല, അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കേസ് ഇപ്പോൾ നിലവിലില്ല. ആ കേസ് എന്നല്ല, മറ്റ് കേസുകളൊന്നുമില്ല. ഇപ്പോൾ ഈ റാഷ് ഡ്രൈവിംഗ്, അശ്രദ്ധമായൊക്കെ വാഹനം ഓടിച്ചാൽ അതിനൊക്കെ താങ്കൾക്കറിയാമല്ലോ, അതിന് ലഭിക്കുന്ന ശിക്ഷയും പെറ്റിയും ഒക്കെ എന്താ എന്ന് താങ്കൾക്കറിയാം. ഇതിൽ ഗുരുതരമായ കേസ് എന്നത് ഈ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക എന്നതാണ്. പക്ഷേ ആ കേസ് നിലവിലില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അത് തന്നെയാണ് ആ ഡ്രൈവർ പങ്കുവച്ചതും. അത് മറ്റൊരു തരത്തിലുള്ള, അതിനും ഇത് പറയുന്നുണ്ട്, അതൊരു രാഷ്ട്രീയമായ കേസായിരുന്നു, അതിന്റെ സ്വഭാവം മാറ്റുന്നതിനാണ് ഇങ്ങനെ ചെയ്തത് എന്നതാണ്. അല്ല ശ്രീ അഭിലാഷ്, അതിന്റെ അകത്ത് വ്യക്തത വരുത്തണോ? അതെ, അയാൾ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യെസ്. അല്ല, കേസ് നിലവിലില്ലാതാവാം. കാര്യം ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ കേസ് നിലവിലുണ്ടാവില്ല. അയാൾ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ അർത്ഥം, നിലവിലില്ലെങ്കിൽ അർത്ഥം അയാൾ ആ കേസിൽ, അയാൾക്ക് നേരെ വന്ന ആരോപണങ്ങൾ, ഞാനും പ്രാക്ടീസ് ചെയ്ത ഒരു ലോയറാണ്, അയാൾക്ക് നേരെ വന്ന ആരോപണങ്ങൾ കോടതി അല്ലെങ്കിൽ നിയമപീഠം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ പഴയ കേസിന്റെ ചരിത്രം മുഴുവൻ ഈ രാഹുലിന് ഇവിടെ ഇരുന്ന് വായിക്കാമെങ്കിൽ മേയറിന്റെ പഴയ സീരിയൽ ഒഫൻഡിങ് കേസുകൾ എനിക്കും പറയേണ്ടി വരും. കാര്യം എന്നൊക്കെ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ടോ അന്നൊക്കെ മറ്റൊരാളുടെ തലയിൽ വേറെ എന്തെങ്കിലും ഒരു ആരോപണം കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കിയിട്ടുള്ള ആളാണ് ഈ പറയപ്പെടുന്ന മേയർ. അതുകൊണ്ട് അവർ ഈ അവസ്ഥയിൽ കേരള പൊതുമനസാക്ഷിയുടെ മുമ്പിൽ താരങ്ങനെ ഒരു കാര്യം നേരിട്ടിട്ടുണ്ടെങ്കിൽ ബേർഡൻ ഓഫ് പ്രൂഫ് ഈ വിഷയത്തിൽ മേയറുടെ തലയിലാണ്. അവർ പ്രൂവ് ചെയ്യാതെ ഒരു കേരളവും അവരുടെ കൂടെ നിൽക്കില്ല. നോക്കൂ, 2 ജനപ്രതിനിധികൾ തെരുവിൽ KSRTC ഡ്രൈവറുമായി ഏറ്റുമുട്ടുന്നു. സ്വാഭാവികമായും ജനം ആരുടെ കൂടെ നിൽക്കണം? ജനകീയരാണെങ്കിൽ ആ ജനപ്രതിനിധികളുടെ കൂടെ നിൽക്കും. തിരുവനന്തപുരത്ത് നിന്നടക്കം മേയറും കുറച്ച് DYFIക്കാരും അല്ലാതെ മേയറുടെ ഭർത്താവ് MLA-യോടോ സൈഡ് പിടിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലെന്നേ ഈ കേരള പൊതു മനസാക്ഷി. അല്ല, അങ്ങനെയൊക്കെയാണോ ഈ വിഷയത്തെ നമ്മൾ നോക്കി കാണേണ്ടത്? അങ്ങനെ മേയറുടെ സൈഡ് ആളുകൾ പിടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സച്ചിൻ ദേവിന്റെ പക്ഷം പിടിക്കുന്നുണ്ടോ എന്നതൊന്നുമല്ല. ഇതിപ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ പണ്ടൊരാളെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ആളുകളുടെ എണ്ണവും പിന്നിൽ ആരൊക്കെ അണിനിരക്കുന്നു എന്നതൊന്നും നോക്കി നമുക്ക് നീതിയും സത്യവും ഒന്നും വിലയിരുത്താൻ സാധിക്കില്ലല്ലോ വസന്ത്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്ന് താങ്കൾക്കറിയാം. ഇവിടെ ശ്രീ അഭിലാഷ്, ഞാൻ 10 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞത് അത്രമാത്രം ജനവിരുദ്ധരാണ് ഇവർ. അതുകൊണ്ട് അവർക്ക് അല്ല, ആ ജനവിരുദ്ധത ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ ആണോ? അതായത് ജനവിരുദ്ധയായ ഒരു സ്ത്രീക്ക് നേരെ ഒരു പുരുഷൻ ലൈംഗിക ചേഷ്ട കാണിച്ചാൽ അത് കൊള്ളാം, നന്നായി, അവൾ അത് അർഹതപ്പെട്ടത് എന്നതാണോ നമ്മുടെ മനസ്ഥിതി? അങ്ങനെയാണോ നമ്മൾ അതിനെ കാണേണ്ടത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അഭിലാഷിനും അറിയാം, എനിക്കും അറിയാം, പ്രിയപ്പെട്ട രാഹുലിനും അറിയാം, സക്കറിയ ജോർജ് സാറിനും അറിയാം, കേരളത്തിൽ അങ്ങനെ ഒരു സ്ത്രീക്ക് നേരെ പീഡനമുണ്ടായാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ പിടിച്ച് അയാളെ കൽത്തുറങ്കിൽ അടയ്ക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഇവിടെ ജീവനോടെ ഉണ്ട്. പേര് പിണറായി വിജയൻ.
അദ്ദേഹത്തിന്റെ പോലീസിനെ പറ്റി അഭിലാഷ് എന്താ വിചാരിച്ചിരിക്കുന്നത്? കാണാതെ പോയ മെമ്മറി കാർഡ് മഷിയിട്ട് കണ്ടുപിടിക്കുന്ന ടീംസാണ് കേരളത്തിന്റെ പോലീസ്. അങ്ങനെ അറിയില്ലേ വിവിധ കേസുകളിൽ അങ്ങനെ ഇടപെട്ടിരിക്കുന്നത്? നാണമാവുന്നില്ലേ? ആ KSRTC ബസ്സിൽ അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഇല്ല എന്ന് ആ വണ്ടി പുറപ്പെടുന്ന സമയം തൊട്ടേ ഇല്ല എന്ന് KSRTC വകുപ്പ് പറയുന്നില്ല. അപ്പോൾ അതെ, അവിടെയാണ് ശ്രീ വസന്ത്, അതാണ് അതിന്റെ പോയിന്റ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വാർത്ത ചർച്ച ചെയ്യുമ്പോഴും KSRTCയിൽ നിന്നുള്ള കൃത്യമായൊരു പ്രതികരണം, ഇതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, ഓരോ ദിവസവും എല്ലാം പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ട്, ആവശ്യത്തിലധികം ഉദ്യോഗസ്ഥരുണ്ട് എന്ന ആക്ഷേപം പോലുമുണ്ട്. അപ്പോൾ ഈ മെമ്മറി കാർഡ് അവിടെ ഉണ്ടായിരുന്നോ എന്നതിൽ എനിക്ക് വ്യക്തതയില്ല. അങ്ങനെ ഇല്ല എങ്കിൽ അത് വലിയ ഗുരുതരമായ തെറ്റാണ്. ഈ ചർച്ചയിൽ ഞാൻ ഡിജോ കാപ്പനെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ല. അതിന് കാരണം ഇതിപ്പോൾ പുതിയ കാലഘട്ടമാണ്. ഞാനും നമ്മളും എല്ലാവരും സാങ്കേതിക വിദ്യയെ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയൊരു വിഷയമല്ല, മറ്റേതെങ്കിലും ഒരു വിഷയമാണ് നടന്നത് എങ്കിൽ പോലും അതിനൊക്കെ തെളിവാകേണ്ടത് പ്രധാനമായും ഈ വീഡിയോ ദൃശ്യങ്ങളാണ്. അപ്പോൾ അതില്ല എങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ്. അങ്ങനെ ഉണ്ടായിരുന്ന കാർഡാണ് മാറ്റിയത് എങ്കിൽ അത് അതിലേറെ വലിയ തെറ്റാണ്. പക്ഷെ കാർഡുണ്ടോ എന്ന് പോലീസ് ഇപ്പോഴാണോ അന്വേഷിച്ചത് എന്നത് അതിലും വലിയ തെറ്റാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അല്ല ശ്രീ അഭിലാഷ്, കാർഡ് ഇല്ല എങ്കിൽ അത് സ്ഥിരീകരിക്കേണ്ടത് KSRTC തന്നെയാണ്. അതെ, ഇതിപ്പം ആള് നിമിഷത്തോട് നിമിഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. KSRTCയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വിശദീകരണം വന്നിട്ടില്ല. അതൊരു ക്യാപ്സ്യൂളായി ഇറക്കി വിടാവുന്ന. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ അതിൻ്റെ അത് കാർഡ് ഉണ്ടായിരുന്നു, ഇവരെടുത്തു മാറ്റിയാണെങ്കിൽ തന്നെ KSRTCക്ക് അങ്ങനെ ഒരു വിശദീകരണം നൽകിയാൽ എനിക്കും അഭിലാഷിനും മറിച്ചൊന്നും പറയാനില്ല. പക്ഷേ അതുപോലും KSRTC വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. അപ്പൊ സ്വാഭാവികമായും അതിൽ കാർഡ് ഉണ്ടായിരുന്നു. ആ കാർഡ് എവിടെ പോയി എന്നത് കാണണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ബാഗ് ഹിസ്റ്ററി ഉണ്ടല്ലോ, ഈ സർക്കാരിന്റെ അടക്കം ബാഗ് ഹിസ്റ്ററി നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഇടിമിന്നൽ ഉണ്ടാവുന്നു, സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ കാണാതാവുന്നു, മുഖ്യമന്ത്രിക്ക് നേരെ അന്വേഷണം വരുന്നു, ഉടനെ ക്ലിഫ് ഹൗസിലെ ഫയലുകൾ കാണാതാവുന്നു. ഇവിടെ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി അവതരിപ്പിക്കപ്പെട്ട ഇവരുടെ DYFIയുടെ തന്നെ ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളായ ഒരാൾ കേരളത്തിന്റെ പൊതു തെരുവിൽ വെച്ചൊരു പീഡനം നേരിട്ടെങ്കിൽ അവരെ സംരക്ഷിക്കണ്ടേ? അവർക്ക് നീതി നടത്തി കൊടുക്കണ്ടേ? ആ നീതി നടത്തി കൊടുക്കാനുള്ള തെളിവ്, ആ തെളിവ് പൊതു വകുപ്പിന്റെ കയ്യിലാണ്, KSRTC വകുപ്പിന്റെ കയ്യിലാണ്. അത് അവിടെ നിന്ന് എങ്ങനെ പോയി? ഏതെങ്കിലും INTUC-കാരൻ എടുത്തുകൊണ്ട് പോയതാണോ? ആളെ കണ്ടുപിടിക്കണമെന്നേ. ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരൻ രാത്രിയിൽ ബസ്സിൽ അതിക്രമിച്ച് കയറി അത് എടുത്തുകൊണ്ട് പോയതാണോ? കണ്ടുപിടിക്കണം, ശിക്ഷിക്കണം. അല്ല, ഇനി ഡ്രൈവർ യദു തന്നെ അതെടുത്ത് വെളിയിലേക്ക് കളഞ്ഞാണോ? കണ്ടുപിടിക്കണം. ആ രീതിയിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല? ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഭാഗമായ മേയറും സംസ്ഥാന സർക്കാരിന് വേണ്ടി കൈ ഉയർത്തുന്ന MLA-യും തെരുവിൽ നടു റോട്ടിൽ പീഡനം നേരിട്ടിട്ടും അവർക്ക് അനുകൂലമായി വരേണ്ട, അവർ പറയുന്ന വാദങ്ങളെ അംഗീകരിച്ചാൽ അവർക്ക് അനുകൂലമായി വരേണ്ട തെളിവ്, ആ തെളിവ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്നേ ഞാൻ പറയൂ. അതർവൈസ് KSRTC അങ്ങനെ ഒരു തെളിവില്ലായിരുന്നു, തെളിവിന്റെ ഡേറ്റ ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. തെളിവ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ തെളിവ് നശിപ്പിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പിണറായിയുടെ പോലീസിന് സാധിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തരം അമ്പേ പരാജയമാണെന്നും മേയർ സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീക്ക് പോലും തെരുവിലിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം, അവകാശം, സംരക്ഷണം ഈ ആഭ്യന്തര വകുപ്പിന് കീഴിൽ കിട്ടുന്നില്ല എന്നും വേണം വിശ്വസിക്കാൻ. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് ഇതാണ്. അതായത് ഞാൻ ആവർത്തിക്കുന്നു, മേയറുടെ ഭാഗത്ത് അല്ലെങ്കിൽ മേയർക്ക് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായെങ്കിൽ മേയറോടൊപ്പം നിൽക്കാനാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം തയ്യാറാവുക. മാധ്യമങ്ങളും അതേ പക്ഷത്ത് തന്നെയാണ് നിൽക്കുക എന്നതിൽ ഒരു തർക്കവുമില്ല. ഒരു പക്ഷേ മേയർ നൽകിയ പരാതിയിന്മേൽ പോലീസ് കേസെടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇന്നത്തെ ചർച്ച ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോവുക. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം കേരളത്തിൻ്റെ മേയർ ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നത് തന്നെയായിരിക്കും ചർച്ച. ഇവിടെ ഇപ്പോൾ വിഷയമാകുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളായി മാറേണ്ട ഡോക്യുമെൻറ്റുകൾ ശേഖരിക്കാൻ പോലും പോലീസിന് സാധിക്കാതെ പോകുന്നു. അവിടെയാണ് ഈ സംശയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഒരു ഭാഗത്ത് KSRTCക്ക് ആക്ഷേപമില്ല, പരാതിയില്ല, മറുഭാഗത്ത് ഡ്രൈവർ നൽകുന്ന പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അത് ഈ വാർത്തയ്ക്ക് മുമ്പ് യദുവിൻ്റെ പ്രതികരണം നൽകിയതാണ്. അത് സ്വീകരിച്ചുവെന്നോ ഇല്ല എന്നോ ഒന്നുമുള്ള തരത്തിൽ ആ ശരി എന്ന മട്ടിലുള്ള ഒഴുക്കൻ മറുപടിക്ക് അപ്പുറത്തേക്ക് പോലീസ് പോയിട്ടില്ല. ഇവിടെ ഇനിയിപ്പോൾ വേണ്ടത് തെളിവുകളാണ്. അതിപ്പോൾ മേയറല്ല, വളരെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന സ്ത്രീക്കാണ് ഈ ദുരനുഭവം ഉണ്ടായതെങ്കിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് തെളിവുകൾ ശേഖരിക്കുക എന്നതാണ്. അതിനുപോലും സാധിക്കാത്തൊരു പശ്ചാത്തലമുണ്ടാകുന്നു. കൃത്യമായ ആക്ഷൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എങ്കിൽ അത് പോലീസിന് പഴി ചാരേണ്ടി വരും, പോലീസിന് പഴി കേൾക്കേണ്ടി വരും. അങ്ങനെയല്ലേ സാഹചര്യം ശ്രീ രാഹുൽ?
ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇപ്പോ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലവാരം യൂത്ത് കോൺഗ്രസിന്റെ ആണെങ്കിലും കോൺഗ്രസ്സുകാരുടെ ആണെങ്കിലും എന്താണെന്ന് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി വന്നിരിക്കുന്ന ആൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. ഞാനൊരു എഴുത്തുകാരനാണെന്നൊക്കെ പറഞ്ഞാണ് സംസാരിച്ചത്. പറഞ്ഞത് മുഴുവൻ സ്ത്രീ വിരുദ്ധതയാണ്. അഭിസാരികയുടെ ചാരിത്ര പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് സംസാരം തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല ഇങ്ങനെ പറയുന്നില്ല. ഇതാണ് കോൺഗ്രസിന്റെ മാനസികാവസ്ഥ. യൂത്ത് കോൺഗ്രസ്സുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും മാനസികാവസ്ഥ ഇതാണ്. ഇവരിങ്ങനെയാണ്. ഞാൻ പറഞ്ഞോട്ടെ താങ്കൾ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ പറയട്ടെ. ഇവിടെ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ വാദം പറഞ്ഞിട്ട് പോയാൽ അല്ല പറയട്ടെ. താങ്കൾ ഇടപെടണ്ട. ഞാൻ പറഞ്ഞോട്ടെ. താങ്കളോട് സംസാരിച്ചപ്പോ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. താങ്കൾ പറഞ്ഞതിനെല്ലാം നല്ല മറുപടി പറയാം. താങ്കൾ സംസാരിച്ചപ്പോ മിണ്ടായിരുന്ന എന്റെ മാന്യതയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ സംസാരിച്ചപ്പോ മിണ്ടാതിരുന്നത് എന്റെ മാന്യതയാണ്. അവിടെ മിണ്ടാതിരിക്കും. ഞാൻ പറയട്ടെ. എന്റെ അവസരമാണ് കേട്ടോ. എന്റെ അവസരമാണ്. പറയട്ടെ. അല്ലാതെ ഇടക്കേറി സംസാരിക്കാം. അതൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതാണ് കോൺഗ്രസ്സുകാരുടെ അവസ്ഥ. ഞാൻ തുടക്കത്തിൽ ഞാൻ ഇത്രയും നേരം മിണ്ടാതിരുന്നത് എനിക്ക് അവസരമുള്ളത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ. പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞോ. ഞാൻ പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞോ. ഇവിടെ ഇതാണ് കോൺഗ്രസ്. യാതൊരു ഉളുപ്പമില്ലാതെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിക്കുന്നത്. ഒരു സാമാന്യ ഒരു മര്യാദയുണ്ടോ? സാമാന്യമായ ഒരു മര്യാദയുണ്ടോ? ഇവിടെ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ആ സ്ത്രീ പരാതി കൊടുക്കുന്നു. അത് മേയർ ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അവിടെ രാഷ്ട്രീയമായി അതിനെ നേരിടാൻ ഈ കോൺഗ്രസ്സുകാർ അവിടെ ചെയ്യുന്നത് അവിടെ പോയി പോസ്റ്റർ ഒട്ടിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകയ്ക്കോ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്കോ ആണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ ഞാൻ ഡിവൈഎഫ്ഐയുടെ നേതൃത്വം എന്ന നിലയിൽ ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ പറയുന്നു ഡിവൈഎഫ്ഐ അങ്ങനെ ഒരു പ്രതിഷേധം നടത്തില്ല. അതാണ് ഡിവൈഎഫ്ഐയുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇവിടെ ഒരു രാഷ്ട്രീയ മര്യാദയുമില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ് ഇവിടെ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സ്ത്രീവിരുദ്ധമായ പരാമർശം പറയുന്നത്. ഇവിടെ ശ്രീ ബസന്ത് ദയവായി രാഹുൽ പറയട്ടെ. അതിപ്പോൾ KK ശൈലജയ്ക്കാകട്ടെ അംഗീകരിക്കാനാവില്ല. സൈബർ യൂത്ത് കോൺഗ്രസ് പോസ്റ്ററടക്കം പതിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചു കഴിയട്ടെ. ഞാൻ വരാം. അതുപോലെ തന്നെ നഗരസഭയിൽ സംസാരിച്ചപ്പോഴും നഗരസഭാ യോഗത്തിൽ സംസാരിച്ചപ്പോഴും കോർപ്പറേഷൻ യോഗത്തിൽ സംസാരിച്ചപ്പോഴും ആര്യ രാജേന്ദ്രൻ സംസാരിച്ചത് ഞാനൊരു മേയർ എന്ന നിലയിലല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവിടെ സ്പോട്ടിൽ ഇടപെട്ടതാണ്. അത് ഏത് ജനപ്രതിനിധികളാണെങ്കിലും ഏത് പൊതുപ്രവർത്തകരാണെങ്കിലും അത്തരം സ്പോണ്ടേനിയസ് ആയി ഇടപെടുന്നവരാണ്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നവരാണ്. ഇത്തരം തെറ്റായ പ്രവണതകൾ കണ്ടാൽ ഇടപെടുന്നവരാണ് എല്ലാവരും. അങ്ങനെ ഇടപെട്ട് അവിടെ അങ്ങനെ സംസാരിച്ചപ്പോ അത് നേരത്തെ ഇവിടെ ശ്രീ അഭിലാഷ് തന്നെ സൂചിപ്പിച്ചു. മാധ്യമങ്ങൾ പോലും അങ്ങനെയല്ല നിന്നത്. ശ്രീ അഭിലാഷ് തന്നെ നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി മാധ്യമങ്ങൾ നടത്തിയ ചർച്ച എന്താണെന്ന്? അല്ല ശ്രീ രാഹുൽ, ഞാൻ താങ്കളോട് ആവർത്തിക്കുന്നു. താങ്കൾ പറയുന്നത് എന്താണ്? മോശമായ തരത്തിൽ ഏത് തരത്തിൽ? അതായത് ആര്യ രാജേന്ദ്രനെ കേരളത്തിലെ മാധ്യമങ്ങൾ ഏത് തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നു എന്നാണ് താങ്കൾ ഈ പറയുന്നത്? അല്ല, മോശമായി ഇവിടെ ഇത്തരം ഒരു വിഷയം ഉണ്ടായാൽ ഇവിടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരാൾക്ക് അനുകൂലമായി നിൽക്കേണ്ടതാണ് പൊതുസമൂഹ മാധ്യമങ്ങൾ. ഇവിടെ മാധ്യമങ്ങൾ പൊതുസമൂഹത്തിൽ തെറ്റായ സന്ദേശം കൊടുക്കുന്ന നിലയിൽ അതിനകത്ത് ആര്യ രാജേന്ദ്രൻ അധികാരം ഉപയോഗിച്ചു, അല്ലെങ്കിൽ MLA അധികാരം ഉപയോഗിച്ചു. അവിടെയാണല്ലോ ശ്രീ രാഹുൽ ഞാൻ താങ്കളോട് ആവർത്തിച്ചല്ലോ. ആര്യാണ് എങ്കിലും R രാഹുലാണ് എങ്കിലും അഭിലാഷ് ആണ് എങ്കിലും ഒരു വാഹനം തടഞ്ഞു നിർത്തി. ഇവിടെ സക്കറിയ ജോർജ് അത് പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയൊരു വിഷയമുണ്ടായാൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്. അതിനപ്പുറത്ത് റെഡ് സിഗ്നൽ വന്നപ്പോഴാണ് ഞങ്ങളുടെ വാഹനം തടഞ്ഞത്. അതിനുശേഷം ആ വാഹനം മാറ്റി എന്നൊക്കെ ആര്യ രാജേന്ദ്രനാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ദൃശ്യങ്ങളിൽ അതല്ല കണ്ടത്. അവിടെ വലിയ തർക്കമുണ്ടാകുന്നു, വാഹനം തടഞ്ഞു നിർത്തുന്നു. സ്വാഭാവികം അതിനെ ഒരു വൈകാരികമായ പ്രകടനം അല്ലെങ്കിൽ വൈകാരികമായ വിയോജിപ്പ് എന്നൊക്കെ കണ്ടാൽ പോലും അതിന് പിന്നീടുള്ള നിയമ നടപടികളുണ്ട്. അവിടെ ആര്യയ്ക്ക് പ്രത്യേകമായ ഒരു നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ പ്രോട്ടോകോൾ പ്രകാരമുള്ള സംരക്ഷണം എന്നൊന്നില്ല. അവിടെയാണ് ഈ വിഷയം കോംപ്ലിക്കേറ്റഡ് ആയത്. അതായത് പോലീസിൽ പരാതി നൽകുക, പോലീസിന് അതിൽ കൃത്യമായ ആക്ഷൻ എടുക്കുക. KSRTC അതിൽ എന്താണ്? KSRTC ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ ആ ട്രിപ്പ് മുടങ്ങി ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? സാധാരണക്കാരനായ ഒരാൾ ആ വാഹനം തടഞ്ഞിരുന്നുവെങ്കിൽ ഇതായിരിക്കുമോ രാഹുൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ? താങ്കൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ.
ഇതാണ് ശ്രീ അഭിലാഷ് ഞാൻ പറഞ്ഞത്. വാഹനം തടഞ്ഞത് ഒരു പ്രശ്നമായിട്ടാണ് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നത്തിന് കാരണമായ സംഭവം എന്താണെന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. എല്ലാവരും സൂചിപ്പിച്ച കാര്യം KSRTC എല്ലാവരും ഈ തരത്തിലാണ് പ്രതികരിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ രീതി എന്താകും? നമ്മുടെ ക്രമസമാധാന നില ഏത് തരത്തിൽ പോകും? ഒരു ദിവസം കേരളത്തിലെ റോഡുകളിൽ എത്രയോ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, വാഹന അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെല്ലാം ഈ തരത്തിൽ നേരിടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെറ്റായ സന്ദേശമില്ലേ? അത് മാത്രമാണ് ചർച്ച, അതിൽ മാത്രമാണ് വിയോജിപ്പ്. അതിനപ്പുറത്ത് ആര്യ രാജേന്ദ്രൻ എന്ന സ്ത്രീക്കൊപ്പമാണ് അവർ. ഏതെങ്കിലും തരത്തിൽ ആരിൽ നിന്ന് ലൈംഗികപരമായ ഏതെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഏത് അംഗവിക്ഷേപവും ഏതാംഗ്യവും ഉണ്ട് എങ്കിൽ പോലും ആ സ്ത്രീക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു. ഇവിടെ ഞാൻ പറഞ്ഞത് നേരത്തെ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് നിർത്താതെ ഇനി ഏതെങ്കിലും നമ്പറിലേക്ക് വിളിച്ച് പരാതി കൊടുത്തോ, അവിടെ എന്താ വൈകാരികമായൊരു തലമുണ്ടായെന്ന് അവതാരകൻ തന്നെ ശ്രീ അഭിലാഷ് തന്നെ പറഞ്ഞു. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ സ്വാഭാവികമായി നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നത് എന്താ? പൊതുപ്രവർത്തകരാണെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ ഇടപെടും, അതിനകത്ത് ഇടപെട്ട് സംസാരിക്കും. എന്താണ് അങ്ങനെ ചെയ്തത്? തെറ്റാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്നാണ് ആര്യ വീഡിയോയിൽ ഉൾപ്പെടെ ചോദിക്കുന്നത്. അത് കൃത്യമായ വീഡിയോയിൽ കേൾക്കാം. നിങ്ങൾ എന്താണ് അങ്ങനെ ആംഗ്യം കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ അങ്ങനെ ആംഗ്യം കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ ഡ്രൈവർ വളരെ മോശമായ നിലയിലാണ് തിരിച്ച് സംസാരിക്കുന്നത്. ആ ഡ്രൈവർക്ക് അറിയാത്ത ആളെന്നല്ല, ഇനി അറിയാതിരിക്കട്ടെ, തിരുവനന്തപുരം മേയറെ ആർക്കും ചിലപ്പോൾ അറിയാതിരിക്കാം, അറിയാത്ത ആളായിരിക്കാം. പക്ഷെ അറിയാത്ത ആളാണെങ്കിൽ നിങ്ങളാരാണ്? എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യുമെന്നാണ് ഡ്രൈവർ ആ വീഡിയോയിൽ ഉൾപ്പെടെ പറയുന്നത്. പിന്നെ ആ വീഡിയോയിൽ ആ ഡ്രൈവറെ മോശമായി തെറ്റായി പ്രവർത്തിച്ച ആ ഡ്രൈവറെ ഇരയാക്കിക്കൊണ്ടുള്ള പ്രചരണ രീതിയാണ് ഇവിടെ നടക്കുന്നത്. അതിന് എല്ലാ ബലം നൽകുന്ന അല്ലെങ്കിൽ ഇത്തരം മോശമായ പ്രചരണം നൽകുന്ന നിലയിൽ യൂത്ത് കോൺഗ്രസും BJP എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഇപ്പോ ഇവിടെ പറഞ്ഞല്ലോ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു? ആര്യ രാജേന്ദ്രന്റെ ഒഫീഷ്യൽ ഫോണിൽ വന്ന വാട്സാപ്പ് മെസ്സേജ് ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ്സുകാരൊക്കെ തന്നെയാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്ത് മോശമായ നിലയിൽ ഒരു സ്ത്രീക്കെതിരെ പറയാൻ പറ്റാത്ത നിലയിലുള്ള വാട്സാപ്പ് മെസ്സേജുകൾ ആര്യ രാജേന്ദ്രന്റെ ഒഫീഷ്യൽ ഫോണിലേക്ക്, മേയറുടെ ഒഫീഷ്യൽ ഫോണിലേക്ക് അയച്ചു. അത് വെച്ച് കേസ് കൊടുത്തു, അത് വെച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, ആരാണ് ഈ പറയുന്ന? ആരാണ് നിങ്ങളാരാണ്? ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാമാന്യ വിവരമെങ്കിലും വേണ്ടേ? ഒരു സാമാന്യ ബോധം വേണ്ടേ? ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണെങ്കിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ ആ കാണിക്കേണ്ട ഒരു മര്യാദയെങ്കിലും ഈ കോൺഗ്രസിന്റെ പ്രവർത്തകന് വേണ്ട. ഇയാൾ എവിടുത്തെ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി എവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകനാണ്? എവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ സാമാന്യ മര്യാദ കാണിക്കട്ടെ. ഒരാൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് ഇടപെട്ടിട്ടില്ല പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി. ഒരു ഉറപ്പില്ലാതെയാണ് ഇവിടെ സംസാരിച്ചത്. കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് വല്ല നാണമുണ്ടോ? നിങ്ങളുടെ സ്വന്തം പെണ്ണുക്കാണ് ഈ അനുഭവം വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുമോ? നിങ്ങളുടെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകയ്ക്കാണ് ഉണ്ടായതെങ്കിൽ നിങ്ങൾ ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത്? ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാകുമ്പോൾ ഒരു കുഴപ്പമില്ല, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാകുമ്പോൾ ഒരു പ്രശ്നമില്ല, അതല്ലെങ്കിൽ സിപിഎമ്മിന്റെ പ്രവർത്തകരാകുമ്പോൾ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഒരു സാമാന്യ ഞാൻ എഴുത്തുകാരനാണെന്ന് സ്വയം കൊണ്ട് പറയും, ഞാനൊരു പ്രാക്ടീസിംഗ് ലോയറാണെന്ന് സ്വയം കൊണ്ട് പറയുകയാണ്. ഈ സ്വയം സ്വന്തമായിട്ട് പറയാം സാമാന്യ മര്യാദ. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരമുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ആക്ഷേപങ്ങളെയും ഒന്നും നമുക്ക് യോജിക്കാനാവില്ല. ശ്രീ രാഹുൽ ദയവായി താങ്കൾ, നമുക്ക് ചർച്ചയിൽ ഒരുപാട് സമയമില്ല, അതുകൊണ്ടാണ്. ശ്രീ വസന്ത്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വസന്ത്, ശ്രീ രാഹുൽ, അപ്പോഴും ശ്രീ രാഹുൽ ഇവിടെ ആ സമയത്തൊക്കെ സംസാരിക്കാമായിരുന്നു. ശ്രീ രാഹുൽ, നിങ്ങൾ മര്യാദയ്ക്ക് ശ്രീ രാഹുൽ ആ മര്യാദയ്ക്ക് സംസാരിക്കണം. തിരിച്ചു അങ്ങനെ സംസാരിക്കും. ശ്രീ രാഹുൽ, അതായത് ദയവായി നിർത്തുക. അതായത് രാഹുൽ, ഞാൻ ആവർത്തിക്കുന്നു, വസന്ത്, ഞാൻ താങ്കളിലേക്ക് വരാം. വസന്ത്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു. തീർച്ചയായും നമുക്ക് രണ്ട് ശ്രീ വസന്ത് റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ, ഒരു പക്ഷേ ശ്രീ രാഹുൽ, ഒരു പക്ഷേ പോലീസിന്റെ ഭാഗത്ത് ഞാൻ ആവർത്തിക്കുന്നു, അതായത് പോലീസിന്റെ ഭാഗത്ത് ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ, അതായത് ഒരു പരാതിയായി എത്തിയാൽ മേയർക്ക് നൽകുന്ന അതേ പരിഗണന മറുഭാഗത്തും കിട്ടേണ്ടതുണ്ടോ? ഈ സർവീസ് അടക്കം മുടക്കുന്ന തരത്തിലേക്ക് ആ വിഷയം പോകേണ്ടതുണ്ടായിരുന്നോ? അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ വിഷയം വഷളാകുമായിരുന്നു.
ഈ KSRTC ഇത്തരമുള്ള KSRTC മാത്രമല്ല കേരളത്തിൽ ഓടുന്ന എല്ലാ മിക്ക സ്ഥലങ്ങളിലും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാറുള്ളതാണ്. ഇതിപ്പോ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വാർത്തയായത്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കുറെ സംഭവങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് പിന്നീട് വാർത്തയായി വരികയും ഇത് ഇത്തരം പരാതി കൊടുക്കുകയും അതേപോലെ തന്നെ ഇത് കേസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ KSRTCയുടെ ഭാഗത്ത് എനിക്ക് തോന്നുന്നത് KSRTCയുടെ ജീവനക്കാരനായ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായതുകൊണ്ട് തന്നെയാണ് KSRTC ചിലപ്പോൾ അങ്ങനെ തന്നെ സമീപിക്കുന്നെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് KSRTC എടുക്കേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെ മറ്റു കാര്യങ്ങൾ ഇപ്പൊ നിയമപരമായി തന്നെ നേരിടണം. അത് തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ കൃത്യമായി മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിയമപരമായി തന്നെയാണ് നേരിടുന്നത്. ഇനി ആ ഡ്രൈവർ ആര്യ രാജേന്ദ്രനെ വിളിച്ച് സംസാരിച്ചപ്പോഴും തിരിച്ച് അങ്ങനെ തന്നെയാണ് സംസാരിച്ചതെന്ന് മാധ്യമങ്ങളിൽ ആര്യ രാജേന്ദ്രൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിയമപരമായി നിങ്ങൾക്കും പോകാം, ഞങ്ങൾ നിയമപരമായി തന്നെ നടപടികൾ സ്വീകരിക്കാനാണ് മുന്നോട്ട് പോകുന്നതെന്ന് തന്നെ കൃത്യമായി ആ ഡ്രൈവറോടും പറഞ്ഞിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ അത് കൃത്യമായി നിയമപരമായി തന്നെ പോകുന്ന നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി വേറെന്തെങ്കിലും അതിനകത്ത് മറ്റെന്തെങ്കിലും ഇടപെടലുണ്ടോ ഈ നമ്മുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട്? അത് നിങ്ങൾ പറയുന്ന ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നമുക്ക് തന്നെ വിചാരിക്കാവുന്നുള്ളൂ, ആ ഡ്രൈവർ ചിലപ്പോൾ എടുത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലേ? ആ ഡ്രൈവർ തെളിവ് നശിപ്പിക്കാൻ ആ ഡ്രൈവർക്ക് തന്നെ എടുത്തു മാറ്റാൻ കഴിയുമല്ലോ. ഇത് തിരിച്ചു മാത്രം എന്താണ് ഇങ്ങനെ ചർച്ച വരുന്നത്? ഒരിക്കലുമല്ല. നഷ്ടപ്പെട്ടത് കൃത്യമായി താങ്കൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, അതായത് ഡ്രൈവർ അംഗവിക്ഷേപങ്ങൾ കാണിച്ചു, ആംഗ്യം കാണിച്ചുവെങ്കിൽ അതിന് തെളിവാകേണ്ട ഡോക്യുമെന്റ്, സച്ചിൻ ദേവ് ആ വാഹനത്തിൽ നിന്ന് ആളുകളെ ഇറക്കി വിട്ടുവെങ്കിൽ അതിനും തെളിവാകേണ്ട ഡോക്യുമെന്റ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സ്വാഭാവികമായും ഞാൻ ഇവിടെ ശ്രീ സക്രിയ സാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ സക്രിയ സാർ, അങ്ങനെ ഒരു സംശയം തള്ളിക്കളയാനാകില്ല. ഡ്രൈവറോ അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ സംഘടനയോ അവരൊക്കെ ഇടപെട്ടുകൊണ്ടും ആ മെമ്മറി കാർഡ് നഷ്ടപ്പെടാം. ഒരു പക്ഷേ താൻ കാണിച്ച അംഗവിക്ഷേപങ്ങൾ, ആംഗ്യങ്ങൾ ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടാൽ അത് ഗുരുതരമാണ്, അതുകൊണ്ട് സ്വയം മാറ്റിയെടുക്കാം. പക്ഷേ അങ്ങനെ ഒരു ഡ്രൈവർ വിചാരിച്ചാൽ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒന്നാണോ എന്നത് സംശയം. രണ്ട്, അവിടെയുമാണ് എൻ്റെ ചോദ്യം പ്രസക്തമാകുന്നത്. അത് അങ്ങനെ ഒരാൾ മാറ്റുന്നതിന് മുമ്പ് തന്നെ ശേഖരിക്കപ്പെടേണ്ട തെളിവുകളല്ലേ എന്നുള്ളതാണ്. ആ തെളിവുകളല്ലേ പോലീസ് ആദ്യം ശേഖരിക്കുകയും ഈ മേയറുടെ പരാതിയെ ശരിവെക്കുന്ന തരത്തിലേക്ക് തെളിവുകളെ എത്തിക്കുകയും ചെയ്യേണ്ടി ഇരുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, സർക്കുലർ 17/2016 പ്രകാരം എത്രയും പെട്ടെന്ന് CCTV ഫുട്ടേജ് എടുക്കേണ്ടതാണ്. പിന്നെ ഇപ്പം പറഞ്ഞ ഒരു കാര്യം, ഡ്രൈവർ തന്നെ മാറ്റിയെന്ന്. ഡ്രൈവർ അവിടെ തൊട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് അന്നേരം തന്നെ നോക്കുമായിരുന്നു, അയാളുടെ ഫിംഗർ പ്രിന്റ് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യാമായിരുന്നു. കാര്യം ബസിന്റെ ബോഡിയൊക്കെ മെറ്റാലിക് ആണ്, പെയിന്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ പെയിന്റിൽ ആ പ്രതലത്തിൽ ഫിംഗർ പ്രിന്റ് കിട്ടും, അതിന് സംശയമൊന്നും വേണ്ട. പിന്നെ കഴിഞ്ഞ ദിവസം ഡിജോ കാപ്പനെ അദ്ദേഹം ഒരു ചർച്ചയെ പറഞ്ഞിരുന്നു, ഈ ബസിന്റെ ഫ്രണ്ടിൽ 4 പവർഫുൾ ഹെഡ്ലൈറ്റ് ഉണ്ട്, ഈ 2 സെറ്റ് വെച്ച്. അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർക്ക് കാണാൻ പ്രയാസമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം കൂടെ അതോടെ ചേർത്ത് വെച്ച് പറയുന്നു, ഈ ഡ്രൈവർ ക്യാബിനകത്ത് അവർക്ക് ഗ്ലെയർ ഉണ്ടാകാതിരിക്കാൻ അവിടെ ലൈറ്റ് ഇടത്തില്ല, അവിടെ ഇരുട്ടാണ്. എന്നാലേ അവർക്ക് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ വ്യൂ നല്ലതായിട്ട് കിട്ടിയാലേ ആക്സിഡന്റ് ഇല്ല, വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇരുട്ടത്തിരിക്കുന്ന ഒരാളിന് എതിർവശത്തു നിന്ന് ഈ 4 ഹെഡ്ലൈറ്റും കൂടെ ഉള്ള ഹെവി ബീം ഓഫ് ലൈറ്റ് ഉള്ളിടത്ത് എങ്ങനെ ഈ ആക്ഷൻ കാണിച്ചു എന്ന് പറയുന്നത് എനിക്ക് പോലീസ് വ്യൂവിൽ, ഈ പോലീസിന്റെ 6th സെൻസിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ CCTV ഫുട്ടേജ് ഉണ്ടായിരുന്നു, ഈ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയാണല്ലോ. ഇയാൾ നേരത്തെ വേറെ കേസിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇയാൾ ഹാബിച്വൽ ആണെങ്കിൽ ഇയാൾ വേറെ സ്ത്രീകളെ നോക്കിയിട്ടുണ്ടാവും. അയാൾക്ക് അവിടുന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ഈ പറയുന്ന വാഗ്നറിൽ ഇരുന്നവരെ മാത്രം നോക്കാനല്ലല്ലോ, അവർ വേറെ വരുന്ന ബസ്സുകളിലും നോക്കും. സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ CCTV ഫുട്ടേജ് പോലീസ് അന്നേരം തന്നെ എടുക്കുമായിരുന്നെങ്കിൽ ഇയാളുടെ ബിഹേവിയർ പാറ്റേൺ നോക്കാമായിരുന്നു. ഇയാൾ ഇങ്ങനെ പറയുന്ന പോലെ ഒരു ഹാബിച്വൽ ഇഷ്യൂക്കാരനാണോ എന്നുള്ള കാര്യം നോക്കാം. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു മനുഷ്യാവകാശ കോടതി, അത് അഭിലാഷ് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ് മതി. കാരണം നമുക്കറിയാം, CBI ഒരാളെ നെയ്യാറ്റിൻകര സൈഡിൽ ജ്യോതികുമാർ എന്ന് പറഞ്ഞ KSRTCയിലെ ഒരു കണ്ടക്ടറെ 9 വർഷം പിടിച്ച് ജയിലിലിട്ടു, സ്വന്തം അച്ഛനെ കൊന്നതിനായിട്ട്. ആദ്യമേ ക്രൈംബ്രാഞ്ച് അതിലെ 1-2 പേരെ അറസ്റ്റ് ചെയ്തു. അത് അന്വേഷണത്തിലെ പിന്നെ ശക്തരായ എടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രീ ജ്യോതി പിന്നെ അതിനകത്ത് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ CBI അന്വേഷണം ടേക്ക് ഓവർ ചെയ്തു. എന്നിട്ട് CBI ആളിനെ പിടിച്ച് 9 വർഷം പിടിച്ച് ജയിലിലിട്ടു. ആ ആൾക്ക് നഷ്ടപ്പെട്ട 9 വർഷം തിരിച്ചു കൊടുക്കണമെങ്കിൽ അതിനകത്ത് മനുഷ്യാവകാശ കോടതി തന്നെ ഈ രാജ്യത്ത് ആവശ്യമാണ്.
അടുത്തത് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ പിന്നെ കാണിച്ചിരുന്നു, ഒരാളെ പട്ടിയെ കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് എക്സൈസ് ഇൻസ്പെക്ടറും ബാക്കിയെല്ലാം കൂടെ അയാളെ പിടിച്ച് ജയിലിട്ട് 13 വർഷമായിട്ടോ 15 വർഷമായിട്ടോ അയാൾ നടക്കുന്നു. ഇങ്ങനെ ഹോമിക്കപ്പെടുന്ന മനുഷ്യന്റെ ജീവിതം തിരിച്ചു കൊടുക്കാൻ ഈ സിസ്റ്റത്തിനകത്ത് പോലീസും എല്ലാം ബയസ്ഡാണ്. അപ്പൊ മനുഷ്യാവകാശ കോടതികൾ ആവശ്യമാണ്. അടുത്തതൂടെ പറയാം. ഇപ്പം കോവിഷീൽഡിന്റെ പേരിൽ ഇവിടെ നിർബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ കൈയൊഴിയുന്നു. കോവിഷീൽഡ് വേണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. എയർക്രാഫ്റ്റേ കയറുന്നവർക്ക് എല്ലാം വാക്സിനേഷൻ, ട്രെയിനിൽ പോകണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴേ ഈ പറയുന്ന 2 എണ്ണം ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും എടുത്താൽ ഉറപ്പുവരുത്തിയാലേ മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യം ഉള്ളായിരുന്നു. ആകെ ഇതിനെ വെല്ലുവിളിച്ച് നിന്നത് ഡോക്കോവിച്ച് എന്ന് പറഞ്ഞ പിന്നെ വേൾഡ് ടെന്നീസ് ചാമ്പ്യൻ ആയിരുന്നു. ഓസ്ട്രേലിയയിൽ അദ്ദേഹം ഇറങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ എടുക്കില്ല, കാര്യം എൻ്റെ ഇൻഡിവിജ്വൽ റൈറ്റ് ആണ് എൻ്റെ ദേഹത്ത് എന്ത് കുത്തിവെക്കണം എന്ന്. ഇവിടെ രാജ്യത്ത് മൊത്തം പേരെയും കുത്തിവെപ്പിച്ചു. എത്രയോ പേർക്ക് ഹാർട്ട് ഇഷ്യൂസ് ഉണ്ട്, എത്രയോ പേർക്ക് ബ്ലഡ് തിക്കൺ ചെയ്ത് പോകുന്നുണ്ട്. ഇന്ന് സർക്കാർ കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല. ഇങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കുമെങ്കിൽ ഇവിടെ മനുഷ്യാവകാശ കോടതി വേണം. മനുഷ്യാവകാശം മനുഷ്യനാണുള്ളത്. ആ മനുഷ്യന് കൊടുക്കാൻ ഇവിടുത്തെ സർക്കാർ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇലക്ഷന് പാലും തേനും തരുമെന്ന് പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുന്ന അവസ്ഥ നിർത്തി നിങ്ങൾ മനുഷ്യന്റെ ചോര കൂട്ടുകുടിച്ച് നിങ്ങൾ ജീവിതം സൂഹിക്കുന്നത് നിർത്തണം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വാലിഡായ പോയിന്റാണ്. ഞാൻ ശ്രീ വസന്ത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഈ രാഹുൽ പറഞ്ഞെടുത്തൊരു കാര്യമുണ്ട്. അതായത് ഈ മേയറുടെ പോസ്റ്റർ അടക്കം പതിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മേയർ പറയുന്നത് കള്ളമാണ് എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനൊന്നും ആധികാരികമായ ഒരു തെളിവുമില്ല. അല്ലെങ്കിൽ ഈ ഡ്രൈവർ നിരപരാധിയാണ് എന്ന് നിങ്ങൾക്ക് സാധൂകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തെളിവുകളൊന്നുമില്ല. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന സൈബർ ബുള്ളിയിങ് അത് യൂത്ത് കോൺഗ്രസിൻ്റെയോ ഭാഗത്ത് നിന്ന് ആണ് എന്ന് എങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ പോലും വസന്തിനെ പോലെയുള്ളവർ അത് പാടില്ല എന്ന് പറയാനുള്ള സാമാന്യമായ രാഷ്ട്രീയ മര്യാദ കൂടി പുലർത്തേണ്ടതില്ലേ? അല്ല ശ്രീ അഭിലാഷ്, ഞാൻ 10 സെക്കൻഡിൽ മുഴുവൻ പറഞ്ഞു നിർത്തിയേക്കാം. ഒന്ന്, രാഹുലിന്റെ 2 കാര്യത്തിന് ഉത്തരം. ഒന്ന്, രാഹുൽ പറഞ്ഞു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം KSRTCയിൽ നിന്ന് ഇതുപോലെയുള്ള പീഡനങ്ങൾ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരും. ഇവിടെ മേയർ ആയതുകൊണ്ട് അവർ പ്രതികരിച്ചു, നല്ല കാര്യം. അങ്ങനെ KSRTCയിൽ അങ്ങോളം ഇങ്ങോളം സ്ത്രീജനങ്ങൾക്ക് നേരെ ഡ്രൈവർമാരിൽ നിന്നും കണ്ടക്ടർമാരിൽ നിന്നും പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ പരാജയം നിങ്ങളുടെ KSRTC വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയാണ്. അതിനെതിരെ നടപടി ഉണ്ടാവേണ്ടത് നിങ്ങളുടെ സർക്കാരിൽ നിന്നാണ്. അല്ലല്ല, കംപ്ലീറ്റ് ചെയ്യട്ടെ 10 സെക്കൻഡ്. അത് രണ്ടാമത്തെ കാര്യം ഉണ്ട്. അതുകൊണ്ട് രാഹുൽ തന്നെ പറയുന്നത് ഈ സർക്കാർ പരാജയമാണെന്നാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ ആർക്ക് മേയർ ആര്യ രാജേന്ദ്രന് അശ്ലീല ചുവയോടുകൂടി മെസ്സേജ് അയച്ചു എന്നാണ്. അത് അയച്ചിട്ട് ഏതാണ്ട് 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ആ വിഷയത്തിൽ കേസെടുക്കാനോ അയാളെ കണ്ടുപിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഈ സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് അമ്പെ പരാജയമാണ് എന്ന് രാഹുൽ തന്നെ സംഭവിക്കുകയാണ്. ഇനി മൂന്നാമത് അഭിലാഷ് പറഞ്ഞ കാര്യത്തിനും കൂടി പെട്ടെന്ന് പറഞ്ഞേക്കാം. അഭിലാഷേ, DYFI എന്നല്ല, RSS എന്നല്ല, ഒരു രാഷ്ട്രീയ നിറമില്ലാത്ത സ്ത്രീ ആണെങ്കിൽ പോലും അവർക്കെതിരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു തരത്തിലുള്ള പീഡനങ്ങളും ഉണ്ടാവരുത് എന്നത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. തീർച്ചയായും അത് തന്നെ ആയിരിക്കണം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ നിലപാട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ, ഈ വിഷയം ചർച്ചയാകേണ്ടി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ആകേണ്ട മെമ്മറി കാർഡ് കാണാനില്ല എന്ന പോലീസിന്റെ പരാമർശത്തിന്മേലാണ്. അത് മാറ്റിയതാണോ എന്ന സംശയം പൊതുസമൂഹത്തിന്റെ കോണുകളിൽ നിന്ന് ഉയരുമ്പോൾ ഓൺലൈൻ വഴി ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ചത് ഇതേ ചോദ്യമാണ്. 91% പ്രേക്ഷകരും, ഇതുവരെ 43,000-ലധികം പ്രേക്ഷകർ ആണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ 91% പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഈ മെമ്മറി കാർഡ് മാറ്റിയതാണ് എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസക്കുറവ് കൂടിയാണ് ഇത് പ്രകടമാക്കുന്നത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രാഹുൽ, വസന്ത് തെങ്ങുംപള്ളി, ഒപ്പം ശ്രീ സക്രിയ ജോർജ്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. Prime Debate. ഡ്രൈവർ